നിങ്ങൾ ഓഫീസിൽ ഒരു മേജർ മീറ്റിംഗിൽ പ്രസന്റേഷൻ നടത്തുകയാണ്. ഇതിന്റെ ഇടയിൽ ഒരു കോള് വരുന്നു. അമ്മയാണ്. ഒരു തവണ കോള് കട്ട് ചെയ്യുന്നു. പക്ഷേ ഉടനെ തന്നെ വീണ്ടും ഒരു കോള്, പിന്നെ ഒരു വാട്സാപ്പ് മെസ്സേജ്. മീറ്റിംഗിൽ നിന്ന് പെട്ടെന്ന് ഇറങ്ങി തിരിച്ചു വിളിക്കുമ്പോഴാണ് ആ വാർത്ത അറിയുന്നത്. മെഡിക്കൽ എമർജൻസിയാണ്. പ്രശ്നങ്ങളൊന്നും ഭാഗ്യത്തിനില്ല, എല്ലാവരും സേഫ് ആണ്. പക്ഷെ പൈസ അത് പെട്ടെന്ന് തന്നെ അയക്കണം. നിസ്സഹായാവസ്ഥയുടെ പടുക്കുഴിയിലേക്ക് നിങ്ങൾ വീഴുന്നു. അക്കൗണ്ടിലുള്ള കുറച്ച് പൈസ എടുത്താലും തികയില്ല. കടം വാങ്ങണം, അത് കിട്ടാൻ പാടാണ്. പിന്നെ വർഷങ്ങളോളം തിരിച്ചെടുക്കുകയും ചെയ്യും കടം തിരിച്ചടക്കാൻ. ഈ ഒരു അവസ്ഥ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. എത്ര മോശമായ ഒരു നിസ്സഹായാവസ്ഥയാണ് ഇത് എന്ന് മനസ്സിലാക്കാം അല്ലെ? ജീവിതം നിങ്ങൾ ഒരു പ്രത്യേക ദിശയിൽ പോകുമെന്ന് പ്രതീക്ഷിച്ചിരുന്നപ്പോൾ ഇങ്ങനത്തെ ഒരു അപ്രതീക്ഷിതമായ, എന്നാൽ എപ്പോ വേണമെങ്കിലും സംഭവിച്ചേക്കാവുന്ന ഒരു ഇവന്റ് എൻറ്റയർ ലൈഫ് പ്ലാനിങ്ങിനെ തന്നെ മാറ്റിമറിച്ചേക്കാം. 2021 നടന്ന ഒരു ഫൈനാൻസ് കമ്മീഷൻ റിപ്പോർട്ട് പ്രകാരം ഹെൽത്ത് എക്സ്പെൻഡിച്ചർ ആണ് വൺ ഓഫ് ദ പ്രൈമറി കോസസ് ഓഫ് ഹൗസ് ഹോൾഡ് ഡെറ്റ് ആൻഡ് പോവർട്ടി ഇൻ ഇന്ത്യസ് ലോ ആൻഡ് മിഡിൽ ഇൻകം ഗ്രൂപ്പ്സ് എന്ന് പറയുന്നു. അതായത് ഹെൽത്തിന് വേണ്ടി സ്പെൻഡ് ചെയ്യുന്നതാണ് കുറെ ആൾക്കാരെയും കടത്തിലും പൈസ ഇല്ലാത്ത അവസ്ഥയിലും ആക്കുന്നത്. അത്രേ 70% അധികം ഹെൽത്തിൽ നടക്കുന്ന സ്പെൻഡുകൾ ഔട്ട് ഓഫ് പോക്കറ്റ് അല്ലെങ്കിൽ OOP ആണെന്നും ഇവർ പറയുന്നു. അതായത് ഇൻഷുറൻസ് ഇല്ലാത്തത് കൊണ്ട് നേരെ കയ്യിൽ നിന്ന് പൈസ ഇട്ട് ചിലവുകൾ, ഹെൽത്ത് ചിലവുകൾ നോക്കുന്നുവെന്ന്. ഈ പറഞ്ഞതിന് എല്ലാം ഒരു ഒറ്റ സൊല്യൂഷൻ മാത്രമേ ഉള്ളൂ. അത് ഹെൽത്ത് ഇൻഷുറൻസ് ആണ്. ഓരോ മലയാളിയും, ചെറുപ്പക്കാരനാണെങ്കിലും പ്രായമുള്ളവനാണെങ്കിലും പണമുള്ളവനാണെങ്കിലും ഇല്ലാത്തവരാണെങ്കിലും ഹെൽത്ത് ഇൻഷുറൻസ് അത് എടുത്തിരിക്കണം എന്ന് നിർബന്ധപരമായി ഞാൻ പറയും. സ്റ്റോക്സിലും മ്യൂച്വൽ ഫണ്ടിലും ഒക്കെ ഇൻവെസ്റ്റ് ചെയ്യാൻ ഞാൻ പലപ്പോഴും പറയലുണ്ട്. പക്ഷേ അതിനേക്കാളും ഒക്കെ ഇമ്പോർട്ടന്റ് ആണ്, അതിനേക്കാൾ മുൻപ് ഒരാൾ വാങ്ങേണ്ടതും ഇൻവെസ്റ്റ് ചെയ്യേണ്ടതും അത് ഹെൽത്ത് ഇൻഷുറൻസിലാണ്. പക്ഷേ അങ്ങനെ പറഞ്ഞാൽ മാത്രം ഞാൻ നിങ്ങളുടെ ആശാനാവില്ലല്ലോ. എല്ലാവരെയും ഹെൽത്ത് ഇൻഷുറൻസിനെ പറ്റി ക്ലിയർ ആയി പഠിപ്പിക്കുക എന്നുള്ളത് തന്നെയാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോയുടെ ഗോൾ അല്ലെങ്കിൽ അജണ്ട. നമുക്ക് ഇന്നത്തെ ചർച്ചാ വിഷയം ഒന്ന് ക്ലിയർ ആയി മനസ്സിലാക്കാം. ഒരു സ്ട്രക്ചേർഡ് ആയിട്ടുള്ള രീതിയിൽ എന്താണ് ഹെൽത്ത് ഇൻഷുറൻസ് എന്ന് പഠിക്കാം, അത് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്ന് പഠിക്കാം. പിന്നെ ഹെൽത്ത് ഇൻഷുറൻസ് വാങ്ങുന്നതിന് മുൻപേ നിങ്ങൾ ക്ലിയർ ആയി അറിഞ്ഞിരിക്കേണ്ട എല്ലാ പോയിന്റ്സും ഫീച്ചേഴ്സും നമുക്ക് പഠിക്കാം. ഇൻഫാക്ട് വാങ്ങാൻ പ്ലാൻ ഉണ്ടെങ്കിൽ ഫോളോ ചെയ്യേണ്ട ഒരു ഇൻഡെപ്ത് 5 സ്റ്റെപ്പ് പ്രോസസ്സും നമുക്ക് പഠിക്കാം. ഇതൊക്കെ മനസ്സിലാക്കിയാൽ മാത്രമേ നിങ്ങൾക്ക് ഇന്റലിജന്റ് ആയിട്ട് ഏജൻസിന്റെ പറ്റിക്കലിൽ പെടാതെയും പല പോളിസികളിലുള്ള വലിയ ട്രാപ്സ് ഒഴിവാക്കിയും ഇൻഷുറൻസ് വാങ്ങാൻ സാധിക്കുകയുള്ളൂ. അപ്പോ ഇതൊരു ഹെൽത്ത് ഇൻഷുറൻസ് മാസ്റ്റർ ക്ലാസ് ആണ്. കണ്ടു കഴിഞ്ഞാൽ സുഖമായി നിങ്ങൾക്ക് ഫിറ്റ് ആൻഡ് കറക്റ്റ് ആയ ഇൻഷുറൻസ് വാങ്ങാൻ പറ്റുന്ന അവസ്ഥയിലേക്ക് നിങ്ങൾക്ക് എത്താൻ സാധിക്കും. ഇപ്പോൾ അഫോർഡബിൾ ആയി ഈസി ആയി നമുക്ക് ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കാൻ സാധിക്കും. അതിനുള്ള ലിങ്ക് ഞാൻ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലും കമന്റിലും കൊടുത്തിട്ടുണ്ട്. അല്ലെങ്കിൽ സ്ക്രീനിൽ കാണുന്ന ഈ QR കോഡ് സ്കാൻ ചെയ്താലും മതി, അതേ പ്ലാറ്റ്ഫോമിൽ നിങ്ങൾക്ക് എത്താൻ സാധിക്കും. ഇവിടെ മന്ത്ലി 400-500 രൂപക്ക് പോലും സ്റ്റാർട്ട് ചെയ്യുന്ന പോളിസികൾ കാണാം. കൂടാതെ 1 കോടി രൂപ വരെയുള്ള കവറേജ് ഉള്ള പോളിസികളും ചൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇവിടെ നമുക്ക് ഡീറ്റെയിൽസ് ഒക്കെ കൊടുത്ത് ഏതൊക്കെ ഫീച്ചേഴ്സ് വേണമെന്നൊക്കെ നോക്കി ഫിൽറ്റേഴ്സ് അപ്ലൈ ചെയ്ത് നോക്കാം. അതിൽ തന്നെ ലിസ്റ്റ് ചെയ്യുന്ന പോളിസികളിൽ 3-4 കമ്പനിയുടെ പോളിസികൾ മാത്രം സെലക്ട് ചെയ്ത് കമ്പയർ ചെയ്യാനുള്ള ഓപ്ഷനും അതിലുണ്ട്. അതും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. അങ്ങനെ ബെസ്റ്റ് പോളിസീസ് കമ്പയർ ചെയ്ത് സെലക്ട് ചെയ്യാം. അതുപോലെ തന്നെ ഈ പ്ലാറ്റ്ഫോമിലൂടെ വാങ്ങുകയാണെങ്കിൽ പോളിസികളിൽ അപ് ടു 25% വരെ ഡിസ്കൗണ്ട് നിങ്ങൾക്ക് കിട്ടുന്നതാണ്. അതിനോടൊപ്പം തന്നെ നിങ്ങൾ NRI ആണ് എങ്കിൽ 18% വരെയുള്ള ആ GST എമൗണ്ടും അടയ്ക്കേണ്ടതില്ല. ഇതിലിപ്പോ ഞാൻ സ്ക്രീനിൽ കാണിച്ച ഫീച്ചേഴ്സ് ഒക്കെ മനസ്സിലാക്കാൻ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാകും. അത് ഞാൻ വഴിയെ ഈ വീഡിയോയിൽ വിശദമായി എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. ഒരു കാര്യം മനസ്സിലാക്കുക, ഇൻഷുറൻസ് ഇസ് നോട്ട് എ ലക്ഷറി, ഇറ്റ് ഈസ് എ ഷീൽഡ് ദാറ്റ് പ്രൊട്ടക്ട്സ് യുവർ ഫ്യൂച്ചർ. അപ്പൊ ഈ വീഡിയോയുടെ വിഷയം ഹെൽത്ത് ഇൻഷുറൻസ്. വീഡിയോ മുഴുവനായും ശ്രദ്ധിച്ചും കാണുക. ഇതിനെ മുഴുവനായി മനസ്സിലാക്കാനായിട്ട് ദ നെയിം ഈസ് ഷാരിഖ് ഷംസുദ്ദീൻ. വെൽക്കം ടു another video. ഏറ്റവും ആദ്യം ഞാൻ പറഞ്ഞതുപോലെ എന്താണ് ഹെൽത്ത് ഇൻഷുറൻസ് എന്നും അത് എങ്ങനെ വർക്ക് ചെയ്യുന്നു എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം. അപ്പൊ എന്താണ് ഹെൽത്ത് ഇൻഷുറൻസ് എന്ന് പഠിക്കാനായിട്ട് എന്താണ് ഇൻഷുറൻസ് എന്നുള്ള ഇൻഷുറൻസിന്റെ ഡെഫിനിഷൻ നമുക്കൊന്ന് വായിക്കാം. ഇൻഷുറൻസ് ഇസ് എ കോൺട്രാക്ട് where an individual, the policy holder, pays a premium to an insurance company, the insurer, in exchange for financial protection against potential losses. കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണ് അല്ലേ? സിമ്പിൾ ആയിട്ട് ഞാൻ പറഞ്ഞു തരാം. ഇന്നത്തെ ലോകത്ത് എന്തെങ്കിലും മോശം സംഭവിക്കുകയാണെങ്കിൽ പൈസ ചിലവുണ്ട്. അപ്പോൾ അതിൽ നിന്നൊരു പ്രൊട്ടക്ഷൻ ആയിട്ട് നിങ്ങൾ ഒരു കമ്പനിയുമായി ഒരു കോൺട്രാക്ട് സൈൻ ചെയ്യുകയാണ്, ഒരു കരാർ ഉണ്ടാക്കുകയാണ്. ആ കരാറിൽ പറയുന്നത് നിങ്ങൾ കമ്പനിക്ക് ഒരു പേയ്മെന്റ് കൊടുക്കുന്നു, പകരം ആ കമ്പനി നിങ്ങൾക്ക് ഉറപ്പ് തരുന്നു എന്തെങ്കിലും ആ മോശം സംഭവം സംഭവിക്കുകയാണ് എങ്കിൽ വരുന്ന ചിലവുകൾ കമ്പനി നോക്കിക്കൊള്ളാമെന്ന്. ഇതാണ് ഇൻഷുറൻസ്. ചിന്തിച്ചു നോക്കിയാൽ ഇതൊരു ഫൈനാൻഷ്യൽ പ്രൊട്ടക്ഷൻ ആണ്, ശരിയല്ലേ? ഇങ്ങനെ നിങ്ങളെ പ്രൊട്ടക്ട് ചെയ്യുന്ന പലതരം ഇൻഷുറൻസുകൾ ഉണ്ട്.
ഫോർ എക്സാമ്പിൾ നിങ്ങൾക്കൊരു കാർ ഉണ്ട് എങ്കിൽ നിങ്ങൾ കാറിനെ പ്രൊട്ടക്ട് ചെയ്യാൻ ഒരു ഇൻഷുറൻസ് എടുക്കാറുണ്ട്. ഇൻഫാക്ട് ഇന്ത്യയിൽ നിയമപരമായി ഇൻഷുറൻസ് ഇല്ലാതെ ഒരു വണ്ടി പോലും റോഡിൽ ഇറക്കാൻ പാടില്ല. ഇവിടെ എന്താണ് സംഭവിക്കുന്നത്? എന്തെങ്കിലും കാർ നിർഭാഗ്യവശാൽ ആക്സിഡന്റ് ആവുകയാണെങ്കിൽ അപ്പോൾ ഉണ്ടാകുന്ന ചിലവുകൾ നിങ്ങൾ വാങ്ങിയ ഇൻഷുറൻസിലെ കോൺട്രാക്റ്റിലെ ഫീച്ചേഴ്സ് അനുസരിച്ച് കമ്പനി കൊടുത്തുകൊള്ളും, നിങ്ങൾ ചിലവാക്കേണ്ടി വരില്ല. അതുപോലെ തന്നെ IRCTC ട്രെയിൻ ബുക്ക് ചെയ്യുമ്പോൾ ആക്സിഡന്റിനെതിരെ പ്രൊട്ടക്ട് ചെയ്യാൻ അതിലൊരു ഇൻഷുറൻസ് ഓപ്ഷൻ ഇല്ലേ, കണ്ടിട്ടുണ്ടാകും. അതായത് നിർഭാഗ്യവശാൽ ട്രെയിൻ ആക്സിഡന്റ് ആവുകയാണ് എങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും പറ്റുകയാണെങ്കിൽ അപ്പോൾ ഉണ്ടാകുന്ന ചിലവുകളും നഷ്ടപരിഹാരവും എല്ലാം തന്നെ ഇൻഷുറൻസ് കമ്പനി തരും. അങ്ങനെ പലതരം ഇൻഷുറൻസുകളുണ്ട്. എല്ലാത്തിന്റെയും ബേസ് ഒന്ന് തന്നെയാണ്. നമ്മൾ ഡിസ്കസ് ചെയ്തതുപോലെ ഒരു അൺഎക്സ്പെക്റ്റഡ് ആയ ഇവന്റിൽ നിന്ന് ഉണ്ടാകുന്ന ഫൈനാൻഷ്യൽ ബർഡനിൽ നിന്ന് നമ്മളെ പ്രൊട്ടക്ട് ചെയ്യാൻ നമ്മൾ വാങ്ങിച്ചു വെക്കുന്ന ഒന്നാണ് ഇൻഷുറൻസ്. എന്നാൽ ഇന്നത്തെ നമ്മുടെ ചർച്ചാ വിഷയം ഹെൽത്ത് ഇൻഷുറൻസ് ആണ്. എപ്പോ വേണമെങ്കിലും ആർക്ക് വേണമെങ്കിലും ഒരു ഹെൽത്ത് ഇഷ്യൂ ഉണ്ടായേക്കാം. ഒരു ഹാർട്ട് അറ്റാക്ക്, ക്യാൻസർ, അല്ലെങ്കിൽ വെറുതെ എവിടെയെങ്കിലും ഒന്ന് വീണുപോയി, അത് മതി നിങ്ങളുടെ കുടുംബത്തിന്റെ ഫൈനാൻഷ്യൽ പ്ലാനിംഗ് തന്നെ മുഴുവനായി കുളമാകാൻ. ഇന്ന് ഹോസ്പിറ്റലിൽ ഒന്ന് കയറി ഇറങ്ങിയാൽ തന്നെ 5000-10,000 രൂപയൊക്കെ ബില്ല് വരുന്നു. അവിടെ കിടക്കേണ്ട ഒരു ചെറിയ പ്രൊസീജിയർ ഒക്കെ ചെയ്യേണ്ട അവസ്ഥയാവുകയാണെങ്കിൽ ലക്ഷങ്ങളിലാണ് ബില്ല് വരുന്നത്. ശരിയല്ലേ? ഇത് പറയുമ്പോൾ എനിക്കറിയാം നിങ്ങൾ ആലോചിക്കുന്നുണ്ടാവും, നെഗറ്റീവായി വന്നു എന്നല്ലേ. പക്ഷേ അങ്ങനെയാണ് നിങ്ങൾ ചിന്തിക്കുന്നത് എങ്കിലും കാര്യങ്ങൾ ഉള്ളതുപോലെ പറയണം എന്നുള്ളതാണ് എൻ്റെ ഡ്യൂട്ടി. കാരണം ഇന്നത്തെ സംസാര വിഷയം തന്നെ വളരെയധികം ഗുരുതരമാണ്. അപ്പോൾ ഇങ്ങനത്തെ ഹെൽത്ത് റിലേറ്റഡ് സിറ്റുവേഷൻസിൽ നിങ്ങളെ പ്രൊട്ടക്ട് ചെയ്യാനാണ് ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കേണ്ടത്. അതായത് അപ്രതീക്ഷിതമായി എന്ത് ഹെൽത്ത് ഇഷ്യൂ വന്ന് ഹോസ്പിറ്റലിൽ പോയാലും അവിടുത്തെ ബില്ല് ഇൻഷുറൻസ് കമ്പനി അടച്ചോളും, നമ്മൾ ഒന്നും അറിയേണ്ടാത്ത അവസ്ഥ. അങ്ങനെയാകുമ്പോൾ നമ്മുടെ ജീവിതം എപ്പോഴും നമുക്ക് നമ്മൾ പ്ലാൻ ചെയ്യുന്ന ഡയറക്ഷനിൽ കൊണ്ടുപോകാൻ സാധിക്കും. ഒരു അൺഎക്സ്പെക്ടഡ് ഫൈനാൻഷ്യൽ അടി കിട്ടുമോ എന്ന പേടിയിൽ ജീവിക്കേണ്ടി വരില്ല. അപ്പൊ എന്തായാലും ഇത്രയും കാര്യങ്ങൾ ബേസിക് ആയിട്ട് മനസ്സിലായല്ലോ. ഇനി എന്നാലും നമുക്ക് ഈ ഹെൽത്ത് ഇൻഷുറൻസിനെ പറ്റിയുള്ള കുറച്ച് ബേസിക് ടെർമിനോളജീസ് മനസ്സിലാക്കേണ്ടതുണ്ട്. അതുകൂടി നമുക്ക് വിശദമായി മനസ്സിലാക്കാം. അപ്പൊ ഈ ഹെൽത്ത് ഇൻഷുറൻസിന്റെ കേസിൽ പ്രീമിയം എന്ന് പറയുന്ന എമൗണ്ട് കൊടുത്തുകൊണ്ട് നിങ്ങൾക്ക് ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കാം. ഇതിന് പകരമായി ഇൻഷുറൻസ് കമ്പനി നിങ്ങൾക്ക് ഒരു കോൺട്രാക്ച്വൽ പ്രോമിസ് തരുകയാണ്. ഹെൽത്ത് എന്തെങ്കിലും രീതിയിൽ എഫക്റ്റ് ആവുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇൻഷുറൻസ് ക്ലെയിം ചെയ്യാം. അപ്പോ അവർ ഹോസ്പിറ്റൽ ചെലവുകൾ കവർ ചെയ്യും എന്ന് അപ് ടു ദ പോളിസി കവർ എമൗണ്ട്. ഇവിടെ 3 വാക്കുകളാണ് ശ്രദ്ധിക്കേണ്ടത്. 1 പ്രീമിയം, നിങ്ങൾ ഇൻഷുറൻസ് കമ്പനിക്ക് അടയ്ക്കേണ്ട എമൗണ്ട്. 2 ക്ലെയിം, അതായത് എന്തെങ്കിലും ഇഷ്യൂ സംഭവിക്കുകയാണ് എങ്കിൽ നിങ്ങൾക്ക് ഇൻഷുറൻസ് പൈസ ആവശ്യമുണ്ട് എങ്കിൽ നിങ്ങൾ ഇൻഷുറൻസ് കമ്പനിയെ അറിയിക്കുക. അതിനെയാണ് ക്ലെയിം എന്ന് പറയുന്നത്. 3 കവർ എമൗണ്ട്, എത്ര രൂപ വരെ മാക്സിമം ഇൻഷുറൻസ് കമ്പനി നിങ്ങൾക്ക് തരും എന്നുള്ളതാണ് കവർ എമൗണ്ട് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇവിടെ മനസ്സിലാക്കേണ്ട കാര്യം, ഈ പ്രീമിയം ഓരോ വർഷവും അടച്ചുകൊണ്ടിരിക്കണം. എന്നാൽ മാത്രമേ ഇൻഷുറൻസ് ആക്റ്റീവ് ആയിരിക്കുള്ളൂ, കവർ എമൗണ്ട് കിട്ടുകയുള്ളൂ. അതുപോലെ തന്നെ നമ്മൾ അടക്കുന്ന പ്രീമിയം അനുസരിച്ചാണ് കവർ എമൗണ്ട് ഡിസൈഡ് ആവുക. അതായത് വലിയ കവർ വേണമെങ്കിൽ കൂടുതൽ പ്രീമിയം അടക്കേണ്ടി വരും. ഉദാഹരണത്തിന് നിങ്ങളൊരു 35 വയസ്സുള്ള കൊച്ചിയിൽ ജീവിക്കുന്ന ഒരു ചെറുപ്പക്കാരനാണ് എങ്കിൽ 8000 രൂപ പെർ ഇയർ അല്ലെങ്കിൽ 653 രൂപ പെർ മന്ത് പ്രീമിയം കൊടുത്തുകൊണ്ട് നിങ്ങൾക്ക് ഒരു 10 ലക്ഷം രൂപയുടെ ഹെൽത്ത് കവർ കിട്ടും. അപ്രതീക്ഷിതമായി എന്തെങ്കിലും സംഭവിക്കുകയാണെങ്കിൽ ഒരു 4 ലക്ഷം രൂപയുടെ സർജറി വേണമെന്നുള്ള ഒരു അവസ്ഥയിൽ നിങ്ങൾ എത്തുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇൻഷുറൻസ് ക്ലെയിം ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ പൈസ ഇൻഷുറൻസ് കമ്പനി നേരിട്ട് ഹോസ്പിറ്റലായിട്ട് സെറ്റിൽ ചെയ്യും. ആ 4 ലക്ഷം മുഴുവനായിട്ട് തന്നെ ഇൻഷുറൻസ് കമ്പനി കൊടുത്തുകൊള്ളും, നമ്മൾ അറിയുക പോലും വേണ്ട. അപ്പൊ ഇതുകൂടി കേട്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. ജീവിതത്തിൽ ഹെൽത്ത് ഇൻഷുറൻസിനേക്കാൾ നല്ലൊരു ഇൻവെസ്റ്റ്മെന്റ് ശരിക്കുമില്ല. അൺഎക്സ്പെക്റ്റഡ് ആയ എന്നാൽ എപ്പോ വേണമെങ്കിലും സംഭവിച്ചേക്കാവുന്ന സിറ്റുവേഷൻസ് നമ്മുടെ പോക്കറ്റ് കീറുന്നതിൽ നിന്ന് നമുക്ക് ഒഴിവാക്കാം. ഫാമിലിയെയും നമ്മളെയും എല്ലാവരെയും തന്നെ നമുക്ക് സേഫ് ആയി തന്നെ മെയിൻറ്റെയിൻ ചെയ്യാനും പറ്റും. എന്താണ് ഹെൽത്ത് ഇൻഷുറൻസ് എന്ന് മനസ്സിലായ സ്ഥിതിക്ക് ഇനി നമുക്ക് ഹെൽത്ത് ഇൻഷുറൻസ് എങ്ങനെ വർക്ക് ചെയ്യുന്നു എന്നുള്ളത് വിശദമായിട്ട് മനസ്സിലാക്കാം. ഇൻഷുറൻസ് വർക്ക് ചെയ്യുന്നത് ഈ ഒരു കോൺസെപ്റ്റ് വെച്ചാണ്, അതായത് ട്രാൻസ്ഫറിംഗ് റിസ്ക് ഫ്രം ആൻ ഇൻഡിവിജ്വൽ ടു എ ഗ്രൂപ്പ്. അതായത് അൺഎക്സ്പെക്റ്റഡ് ഇവന്റ്സ് ആണല്ലോ ഇൻഷുറൻസ് കവർ ചെയ്യുന്നത്. ആക്സിഡന്റ്, ഹെൽത്ത് ഇഷ്യൂ, ഡെത്ത് എക്സെട്ര. ഇത് ഒരാൾക്ക് തന്നെ വരാനുള്ള പ്രോബബിലിറ്റി വളരെ കുറവല്ലേ? അപ്പോ ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാരെ നോക്കുവാണെങ്കിൽ ആ ഗ്രൂപ്പിലെ മെജോറിറ്റി ആൾക്കാർക്ക് ഇതുപോലെ അൺഎക്സ്പെക്റ്റഡ് ഇവന്റ്സ് ഉണ്ടായി പൈസ ആവശ്യം വരുന്നതിന്റെ പ്രോബബിലിറ്റി പിന്നെയും കുറവല്ലേ? ശരിയല്ലേ? അതായത് ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാരെ എടുക്കുകയാണെങ്കിൽ അതിൽ മെജോറിറ്റി ഓഫ് ആൾക്കാർക്ക് ഒരേ സമയം തന്നെ ഈ അൺഎക്സ്പെക്റ്റഡ് പ്രശ്നമുണ്ടായി, എല്ലാവർക്കും ഒരേ സമയം പൈസ ആവശ്യം വരുന്ന പ്രോബബിലിറ്റി പിന്നെയും കുറവല്ലേ? ഈ മാത്ത് വെച്ചാണ് ഇൻഷുറൻസ് വർക്ക് ചെയ്യുന്നത്. ഒന്നുകൂടി വിശദമായി മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഒരു എക്സാമ്പിൾ നമുക്ക് എടുക്കാം. 1000 ആൾക്കാർ 1000 രൂപ വെച്ച് ഓരോ മാസവും ഒരു കോമൺ ഫണ്ടിലേക്ക് പൈസ ഇടുന്നു. എത്ര രൂപയായി ഈ ഫണ്ടില്?
10 ലക്ഷം രൂപയല്ലേ ഇതിന്റെ ടോട്ടല്. ആ മാസം അത്യാവശ്യ ഘട്ടത്തിൽ 5 പേർക്ക് മെഡിക്കൽ ആവശ്യം വരുന്നു. ടോട്ടൽ 5 ലക്ഷത്തിന്റെ ചിലവ് വരുന്നു. അത് അപ്പോ ഈ പൂളിൽ നിന്ന് പോയി. അപ്പോൾ പൂൾഡ് ഫണ്ടിൽ എത്ര ബാക്കിയുണ്ട്? 5 ലക്ഷം അപ്പോഴും ബാക്കിയുണ്ട് അല്ലേ? നേരത്തെ പറഞ്ഞതുപോലെ എല്ലാവർക്കും ഒരുമിച്ച് ആവശ്യം വരാനുള്ള സാധ്യത വളരെയധികം കുറവാണ്. അതുകൊണ്ട് തന്നെ ബാക്കി വരുന്ന എമൗണ്ട് ഈ ഫണ്ട് ലോങ് ടേമിലേക്ക് ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ടേയിരിക്കുന്നു ഫ്യൂച്ചർ ആവശ്യങ്ങൾക്കായിട്ട്. അടുത്ത മാസം പിന്നെയും 1000 പേര് 1000 രൂപ വെച്ച് പിന്നെ ഇടുന്നു. നമ്മൾ ആദ്യം പറഞ്ഞതുപോലെ ഇൻഷുറൻസ് അങ്ങനെയാണല്ലോ വർക്ക് ചെയ്യുന്നത്. നമ്മൾ പ്രീമിയം കൊടുത്തുകൊണ്ടേ ഇരിക്കണം. അപ്പൊ പിന്നെയും എല്ലാവരും 1000 രൂപ വെച്ച് ഇടുന്നു. അപ്പൊ പൂളിലേക്ക് പിന്നെയും 10 ലക്ഷം രൂപ വരുന്നു. പൂളിൽ ഓൾറെഡി 5 ലക്ഷം കഴിഞ്ഞ മാസത്തിന്റെ ബാക്കി ഉണ്ടായിരുന്നല്ലോ. അപ്പൊ പൂളിൽ ഇപ്പൊ ടോട്ടൽ ഇത്രയായി 15 ലക്ഷം രൂപയായി അല്ലേ? ആ മാസം, അതായത് ഈ രണ്ടാമത്തെ മാസം ചിലപ്പോ 2 പേർക്ക് ആവശ്യം വന്നേക്കാം, ചിലപ്പോ 10 പേർക്ക് ആവശ്യം വന്നേക്കാം, ചിലപ്പോൾ ആർക്കും ആവശ്യം പോലും വരുന്നുണ്ടാകില്ല അല്ലെ? ആർക്കും ഒരു അൺഎക്സ്പെക്ടഡ് ഇവന്റ് സംഭവിക്കാത്തത് കൊണ്ട് പൈസ ആവശ്യം വരാതെയും ഇരുന്നേക്കാം. അങ്ങനെ ആ പൂൾ വലുതായി കൊണ്ടേയിരിക്കും. ശരിയല്ലേ? ആദ്യത്തെ മാസം 5 ലക്ഷത്തിന് കൂടി, രണ്ടാമത്തെ മാസം ഡിപ്പെൻഡിങ് ഓൺ എത്ര പേർക്ക് ആവശ്യമുണ്ട് എന്നുള്ളതിനനുസരിച്ച് പൂൾ ഇങ്ങനെ ഓരോ മാസം കഴിയുമ്പോഴും കൂടിക്കൊണ്ടേയിരിക്കും. ഇങ്ങനെയാണ് ഇൻഷുറൻസ് വർക്ക് ചെയ്യുന്നത്. ഇങ്ങനെ ഒരു ബുദ്ധിപരമായ വർക്കിംഗ് ഇൻഷുറൻസ് കമ്പനിയുടെ പിന്നിൽ ഉള്ളത് കൊണ്ടാണ് അവർക്ക് നന്നായി ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റുന്നതും നമ്മളെ പ്രൊട്ടക്ട് ചെയ്യാൻ പറ്റുന്നതും. ഇവിടെ ഈസിയായി പറഞ്ഞത് കൊണ്ടാണ്. ശരിക്കും റിയൽ ലൈഫിൽ വളരെ കോംപ്ലക്സ് റിസ്ക് അസസ്മെന്റ് നടത്തിയിട്ടാണ് പ്രീമിയം ഡിസൈഡ് ചെയ്യുന്നതും ഇൻഷുറൻസ് കമ്പനീസ് ഓപ്പറേറ്റ് ചെയ്യുന്നതും. അപ്പൊ ഈ ഒരു അണ്ടർസ്റ്റാൻഡിങ്ങോട് കൂടി ഒന്നുകൂടി ഇൻഷുറൻസിലേക്ക് നോക്കുകയാണെങ്കിൽ ഇതൊരു ക്ലിയർ രീതിയിൽ പറഞ്ഞാൽ ഒരു ഇൻവെസ്റ്റ്മെന്റ് അല്ല, ഒരു പ്രീമിയം അടക്കുന്നു, അതിന് പകരമായി നമുക്ക് പ്രൊട്ടക്ഷൻ കിട്ടുന്നു. എത്ര നാൾ ഇൻഷുറൻസ് പേ ചെയ്യുന്നോ അത്ര നാൾ യു വിൽ ഗെറ്റ് ദീസ് കവറേജസ് ആൻഡ് എൻജോയ് ദ ബെനിഫിറ്റ്സ്. അപ്പോൾ നിങ്ങൾ ഇവിടെ ചിന്തിക്കാം, ഇതൊരു കോമൺ സംഭവമാണ്. കൂടുതൽ പേരും ചിന്തിക്കുന്നത് വാട്ട് ഇഫ് ഐ ഹാവ് നോ യൂസ്, ഞാൻ യങ്ങല്ലേ, എനിക്ക് ഹെൽത്ത് ഇഷ്യൂ ഒന്നും വന്നില്ലെങ്കിലോ, ഈ പൈസ അടക്കുന്ന പ്രീമിയം അത് വേസ്റ്റ് അല്ലേ എന്ന് പലരും ചിന്തിക്കും. ഇങ്ങനെ ചിന്തിച്ചിട്ടാണ് പലരും ഇൻഷുറൻസ് എടുക്കാത്തത്. ഇവിടെ മനസ്സിലാക്കേണ്ട കാര്യം അൺഎക്സ്പെക്റ്റഡ്, അതെ, നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റാതെ എങ്ങനെയോ സംഭവിക്കാൻ സാധ്യതയുള്ള അൺഎക്സ്പെക്റ്റഡ് ആയ കാര്യങ്ങളെ ഹാൻഡിൽ ചെയ്യാനാണ് ഇൻഷുറൻസ് എടുക്കേണ്ടത്. ബൈ ഡെഫിനിഷൻ അത് അൺഎക്സ്പെക്റ്റഡ് ആണ്. എപ്പോ സംഭവിക്കും, എന്താകും, എങ്ങനെ സംഭവിക്കും, അതിന്റെ ഇമ്പാക്ട് എന്താകും, അതൊന്നും നമുക്കറിയില്ല. അത് നമ്മുടെ ജീവിതം എങ്ങനെ അഫക്ട് ചെയ്യും എന്നും നമുക്കറിയില്ല. അപ്പോൾ അതിൽ നിന്ന് പ്രൊട്ടക്ഷൻ ആയിട്ടാണ് ഇൻഷുറൻസ് എടുക്കുന്നത്. ഒരു എക്സാമ്പിൾ പെട്ടെന്ന് പറയാനാണെങ്കിൽ, ഒരു സെക്യൂരിറ്റിക്കാരനെ ഒരു സ്ഥാപനത്തിൽ ശമ്പളം കൊടുത്തു വെക്കുന്നത് എന്തിനായിരിക്കും? എന്തെങ്കിലും സംഭവിച്ചാൽ ഉള്ള പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടാണ് അല്ലെ? അയാൾക്ക് ശമ്പളം കൊടുക്കുന്നു, ഒരു സർവീസ് തിരിച്ചു കിട്ടുന്നു. ശമ്പളം കൊടുത്തുകൊണ്ടിരിക്കുന്ന അത്രയും നാൾ മാത്രമാണ് ആ സർവീസ് കിട്ടുകയുള്ളൂ. അപ്പൊ അതൊക്കെ പോലെയാണ് ശരിക്കും നമ്മൾ ഇതിനെ കാണേണ്ടത്. അപ്പോൾ ഹെൽത്ത് ഇൻഷുറൻസ് ശരിക്കും എടുക്കുന്നത് എന്തിനാണ്? ഒരു പീസ് ഓഫ് മൈൻഡിന് വേണ്ടി അല്ലെ? മനസമാധാനത്തിന് വേണ്ടി, അല്ലെങ്കിൽ ഒരു മേജർ ഷോക്സ് ഒന്നും ഇല്ലാത്ത ഒരു സ്റ്റഡി ആയിട്ടുള്ള ഫൈനാൻഷ്യൽ ജേണിക്ക് വേണ്ടിയാണ് ശരിക്കും ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കേണ്ടത്. ശരിയല്ലേ? മനസ്സിലായി എന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പൊ എന്തായാലും ഇൻഷുറൻസ് എങ്ങനെ വർക്ക് ചെയ്യുന്നു എന്നും അതിന്റെ ഇമ്പോർട്ടൻസ് കൂടി നിങ്ങൾക്ക് മനസ്സിലായ സ്ഥിതിക്ക് ഇനി ഇൻഷുറൻസ് വാങ്ങാൻ പഠിക്കാം. ശരിയല്ലേ? നിങ്ങൾക്ക് ഇമ്പോർട്ടന്റ് ആയെന്ന് മനസ്സിലായി, വാങ്ങണം എന്ന് മനസ്സിലായി, വാങ്ങിച്ചാലേ ജീവിതം നല്ല രീതിയിൽ പോകുള്ളൂ എന്ന് മനസ്സിലായി. അങ്ങനെയാണെങ്കിൽ വളരെ വ്യക്തമായിട്ട് എങ്ങനെ വാങ്ങണമെന്ന് പഠിക്കാം. എങ്ങനെ വാങ്ങണമെന്ന് പഠിക്കുമ്പോൾ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ഒരു ഈസി 5 സ്റ്റെപ്പ് പ്രോസസ്സ് ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. അത് പഠിച്ചിട്ട് അത് പ്രകാരം നമുക്ക് പഠിക്കാം. ഓരോ സ്റ്റെപ്പും വിശദമായി നോക്കാം. ആദ്യത്തെ സ്റ്റെപ്പ്, ചൂസിങ് ദ റൈറ്റ് ടൈപ്പ് ഓഫ് പോളിസി, ഇൻഡിവിജ്വൽ ഓർ ഫാമിലി. അതായത് ഇൻഷുറൻസ് വാങ്ങാൻ പോകുമ്പോൾ ഏറ്റവും ആദ്യം കാണുന്ന ഓപ്ഷൻസിൽ ഒന്നാണ് ഇൻഡിവിജ്വൽ പോളിസി വേണോ അതോ ഫാമിലി പോളിസി വേണോ എന്നുള്ള ഓപ്ഷൻ. അപ്പോൾ ഇത് എങ്ങനെ സെലക്ട് ചെയ്യണം, ഇവിടുത്തെ തമ്പ് റൂൾസ് ആൻഡ് ഗൈഡ് ലൈൻസ് എന്താണ് എന്ന് നമുക്ക് ഈ ഫസ്റ്റ് സ്റ്റെപ്പിൽ വിശദമായി പഠിക്കാം. ഇൻഡിവിജ്വൽ പോളിസി എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ പഠിച്ചതുപോലെ ഇൻഡിവിജ്വൽ കവർ ഉള്ള ഇൻഷുറൻസ്, അതായത് ഒരേ സമയം ഒരാളെയാണ് ഈ പോളിസി കവർ ചെയ്യുക. ഫാമിലി പോളിസി എടുക്കുകയാണെങ്കിലോ പേരിൽ തന്നെ ഉണ്ട് അല്ലെ? ഒരു കുടുംബത്തിലുള്ള മൾട്ടിപ്പിൾ ആൾക്കാർക്കായി ഒരൊറ്റ പോളിസി കവർ എടുത്താൽ മതി. നമ്മൾ നേരത്തെ പഠിച്ച ട്രാൻസ്ഫറിംഗ് റിസ്ക് ഫ്രം എൻ ഇൻഡിവിജ്വൽ ടു ഗ്രൂപ്പ് എന്ന കോൺസെപ്റ്റ് നമുക്ക് ഇവിടെയും ഉപയോഗിക്കാം. അതായത് നിങ്ങളൊരു 4 പേരുള്ള ഫാമിലി ആണെങ്കിൽ 4 പേർക്കും ഒരുമിച്ച് എന്തെങ്കിലും സംഭവിക്കാനുള്ള ചാൻസ് കുറവല്ലേ? അപ്പോൾ ഓരോരുത്തർക്കും 10 ലക്ഷത്തിന്റെ ഇൻഡിവിജ്വൽ കവർ എടുത്തു പോയാൽ ടോട്ടൽ 40 ലക്ഷത്തിന്റെ കവർ ആകും. പ്രീമിയവും അത്ര തന്നെ കൂടുതലായിരിക്കും. പകരം മുഴുവൻ ഫാമിലിക്കായി ഒരു 25 ലക്ഷത്തിന്റെ കവർ മതിയാകില്ലേ? 2 പേർക്ക് വയ്യാതായാലും കവർ ആകുമല്ലോ. അതായത് 25 ലക്ഷത്തിന്റെ ഫാമിലി കവർ എടുക്കുകയാണെങ്കിൽ 4 പേരുടെ ഹെൽത്ത് ഇഷ്യൂസും കവർ ആകും ആ പോളിസിയിൽ. ഇങ്ങനെ ക്ലബ്ബ് ചെയ്ത് നമ്മൾ എടുക്കുന്നത് കൊണ്ട് ടോട്ടൽ കവർ എമൗണ്ട് കുറവാക്കി വെക്കാൻ പറ്റും. അങ്ങനെ പ്രീമിയം എമൗണ്ട് ഇവിടെ കുറവായിരിക്കും. ഇതുകൊണ്ട് കൂടുതൽ ഫാമിലീസും ഫാമിലി കവറാണ് എടുക്കുക. എന്നാൽ രണ്ടിനും, അതായത് ഫാമിലി കവറിനും
ഇൻഡിവിജ്വൽ കവറിനും രണ്ടിനും അതിൻ്റെതായ അഡ്വാൻറ്റേജസും ഡിസഡ്വാൻറ്റേജസും ഉണ്ട്. അതുകൂടി മനസ്സിലാക്കിയാലാണ് ശരിക്കും നിങ്ങൾക്ക് ഏത് ചൂസ് ചെയ്യണം, ഏത് സെലക്ട് ചെയ്യണം എന്ന് പഠിക്കാൻ പറ്റുക. അപ്പൊ ഇവിടെ തമ്പ് റൂൾ എന്താണെന്ന് വെച്ചാൽ, ഒരു അത്യാവശ്യം യങ് ഫാമിലി ആണെങ്കിൽ, അതായത് ഒരു 50 വയസ്സിൽ താഴെയുള്ള ഹസ്ബൻഡ് ആൻഡ് വൈഫ് ഓഫ് സിമിലർ ഏജ് പ്ലസ് തീരെ ചെറുതല്ലാത്ത കുട്ടികൾ, ഇതാണ് കേസെങ്കിൽ ഒരു ഫാമിലി പ്ലാൻ ചൂസ് ചെയ്യാവുന്നതാണ്. ഇനി ഫാമിലിയിൽ 50 വയസ്സിൽ കൂടുതലുള്ള വ്യക്തി ഉണ്ട് എങ്കിൽ ഈ പ്ലാൻസ് അവോയ്ഡ് ചെയ്യുക, അതായത് ഫാമിലി പ്ലാൻ അവോയ്ഡ് ചെയ്യുക. കാരണം ആ വ്യക്തിയുടെ റിസ്ക് കൂടുതലാണല്ലോ, 50 വയസ്സ് കൂടുതലുള്ള വ്യക്തിയുടെ റിസ്ക് കൂടുതലാണല്ലോ, അതിനനുസരിച്ച് ഫുൾ ഫാമിലിക്ക് പ്രീമിയം കൂടാൻ സാധ്യതയുണ്ട്. അപ്പോൾ ആ 50 വയസ്സിൽ കൂടുതലുള്ള ആൾക്ക് ഇൻഡിവിജ്വൽ പ്ലാൻ എടുക്കാം, ബാക്കിയുള്ളവർക്ക് എല്ലാവർക്കും ചേർന്നിട്ട് ഒരു ഫാമിലി പ്ലാൻ എടുക്കാം. അങ്ങനെയും പ്ലാൻ ചെയ്യാവുന്നതാണ്. ഇനി കുട്ടികൾ ഇല്ല എങ്കിൽ, ഹസ്ബൻഡ് ആൻഡ് വൈഫ് രണ്ടുപേർക്കും പ്രായം സിമിലർ ആണ് എങ്കിൽ ആൻഡ് രണ്ടുപേർക്കും ഒരു നല്ല ഹെൽത്ത് ഹിസ്റ്ററി ഉണ്ട് എങ്കിൽ യു ക്യാൻ ഹാവ് എ ഫാമിലി പ്ലാൻ. ഇതിൽ ഒരാൾക്ക് കൂടുതൽ കവർ വേണമെങ്കിൽ, ലെറ്റ്സ് സേ ഓൾറെഡി ഒരാൾക്ക് പ്രീ എക്സിസ്റ്റിംഗ് മെഡിക്കൽ കണ്ടീഷൻസ് ഉള്ളത് കൊണ്ടാവാം എങ്കിൽ ഗോ ഫോർ ഇൻഡിവിജ്വൽ പ്ലാൻസ്. അതായത് ആ പ്രശ്നമുള്ള ആൾക്ക് ഇൻഡിവിജ്വൽ പ്ലാൻ എടുക്കണം, അപ്പോൾ ഒബ്വിയസ്ലി മറ്റേ ആൾക്കും ഇൻഡിവിജ്വൽ പ്ലാൻ എടുക്കണമല്ലോ അല്ലെ. ഇനി നിങ്ങൾ സിംഗിൾ ആണ് എങ്കിൽ ഒബ്വിയസ്ലി ഇൻഡിവിജ്വൽ പ്ലാൻ തന്നെയാണല്ലോ പറ്റുക. പിന്നീട് നിങ്ങളുടെ കല്യാണം കഴിയുമ്പോൾ പാർട്ട്ണറെയും സെയിം പോളിസിയിലേക്ക് വേണമെങ്കിൽ ആഡ് ചെയ്യാം, അല്ലെങ്കിൽ ചെയ്യാതിരിക്കാം. അത് നിങ്ങൾക്ക് അപ്പോൾ തീരുമാനിക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ സ്റ്റെപ്പ് 1 കുറച്ച് ക്ലാരിറ്റി കിട്ടി എന്ന് പ്രതീക്ഷിക്കുന്നു. ഒരു ഇൻഷുറൻസും എടുക്കാത്ത ഫാമിലി ആണ് ഇതുവരെ എങ്കിൽ ഒരു ഫാമിലി പ്ലാനിൽ തന്നെ തുടങ്ങാവുന്നതാണ്. ട്രാക്ക് ചെയ്യാനും കണക്ക് വെക്കാനും ഒക്കെ എളുപ്പമാണ്. പ്രീമിയംസും നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്ത പോലെ കുറച്ച് കുറഞ്ഞിരിക്കുകയും ചെയ്യും. പക്ഷേ കുറച്ച് പ്രശ്നങ്ങളും ഉണ്ട് കേട്ടോ. അതായത് നിങ്ങൾ ഓർക്കേണ്ട സംഭവം എന്താണെന്ന് വെച്ചാൽ, ഫാമിലി പ്ലാനില് കോമൺ പൂൾ കവറേജ് ആയിരിക്കും. എല്ലാവർക്കും ഒരേ സമയം ഇൻഷുറൻസ് ക്ലെയിം വന്നു കഴിഞ്ഞാൽ അത് ബുദ്ധിമുട്ടാകും. അതുപോലെ തന്നെ ഒരു വ്യക്തിക്ക് ഇടയ്ക്കിടെ ക്ലെയിംസ് വരികയാണെങ്കിൽ ഫുൾ ഫാമിലിയുടെ പ്രീമിയം കൂടുകയും ചെയ്യും. പ്രായം ആൻഡ് മെഡിക്കൽ ഹിസ്റ്ററി മാച്ച് ആകുമ്പോഴാണ് പലപ്പോഴും ഫാമിലി പ്ലാൻ എടുക്കുന്നത് ഉചിതമാവുക. ഫാമിലിയിൽ ഒരാൾക്ക് നിരന്തരമായി ക്ലെയിംസ് വരാൻ സാധ്യതയുണ്ടെങ്കിൽ അവരെ ഫാമിലി പ്ലാനിൽ ചേർക്കാതെ അവർക്ക് ഇൻഡിവിജ്വൽ പ്ലാൻ എടുക്കുക. കാരണം അല്ലെങ്കിൽ അവിടെ നോ ക്ലെയിം ബോണസ് ആ ഫാമിലി പോളിസിക്ക് നഷ്ടപ്പെടാൻ ചാൻസ് ഉണ്ട്. പേടിക്കേണ്ട, വീഡിയോയുടെ അവസാനം എന്താണ് നോ ക്ലെയിം ബോണസ് എന്നും മറ്റ് ടേംസും ഒക്കെ നമ്മൾ വിശദമായി പഠിക്കുന്നുണ്ട്. അപ്പോൾ സ്റ്റെപ്പ് 1 ഫുൾ അങ്ങ് പിടി കിട്ടിയില്ല എങ്കിലും കുഴപ്പമില്ല. നമ്മുടെ 5th സ്റ്റെപ്പ് കഴിയുമ്പോഴേക്കും, അതായത് വീഡിയോ കഴിയുമ്പോഴേക്കും കാര്യങ്ങൾ കുറെ കൂടി വിശദമായി നിങ്ങൾക്ക് മനസ്സിലാകും. അപ്പോൾ അടുത്ത സ്റ്റെപ്പിലേക്ക് പോയാലോ. സ്റ്റെപ്പ് 2, ഹൗ മച്ച് കവർ ടു ബൈ. അതായത് ഇൻഷുറൻസ് എടുക്കുമ്പോൾ എത്ര കവർ ഉള്ള, അതായത് എത്ര സം ഇൻഷുർഡ് എമൗണ്ട് ഉള്ള ഇൻഷുറൻസ് എടുക്കണം എന്നതാണ് അടുത്തത് നമ്മൾ പഠിക്കേണ്ടത്. കാരണം ഇൻഷുറൻസ് എടുക്കാൻ ഒരു വെബ്സൈറ്റിൽ പോയാൽ ആദ്യത്തെ ചോദ്യങ്ങളിൽ ഒന്ന് തന്നെയാണ് ഹൗ മച്ച് കവർ യു നീഡ് എന്നുള്ളത്. അപ്പോൾ അത് എങ്ങനെ ഡിസൈഡ് ചെയ്യാമെന്ന് നമുക്ക് വിശദമായി പഠിക്കാം. നമ്മൾ നേരത്തെ ഇൻഷുറൻസ് എക്സാമ്പിൾ പറഞ്ഞതുപോലെ 4 ലക്ഷം രൂപ ഒരു സർജറിക്ക് ആവശ്യം വരുന്ന കേസിൽ നിങ്ങൾക്ക് 10 ലക്ഷം രൂപയുടെ കവർ ഉണ്ട് എങ്കിൽ രക്ഷപ്പെട്ടു. ആ 4 ലക്ഷം മുഴുവനായും ഇൻഷുറൻസ് കമ്പനി കൊടുത്തുകൊള്ളും. ഈ എക്സാമ്പിളിൽ നിങ്ങൾ 2 ലക്ഷം രൂപയുടെ കവറേ എടുത്തിട്ടുള്ളൂ പെട്ടില്ലേ? അതിന് പുറമേ വരുന്ന ഹോസ്പിറ്റൽ ബിൽ, അതായത് എക്സ്ട്രാ 2 ലക്ഷം രൂപ കയ്യിൽ നിന്ന് കൊടുക്കേണ്ടി വന്നേനെ. ശരിയല്ലേ? അപ്പോൾ ഇൻഷുറൻസ് എടുക്കുമ്പോൾ എത്ര പൈസയുടെ എടുക്കണം, ഹൗ മച്ച് കവർ ടു ബൈ എന്നുള്ളത് വളരെ അധികം ഇമ്പോർട്ടന്റ് ആണ്. പ്രീമിയം അടക്കേണ്ടി വരുന്നതും കവറിന്റെ പുറത്ത് തന്നെയാണ്. കവർ കൂടുന്തോറും നമ്മൾ അടക്കേണ്ട പ്രീമിയം ഓൾസോ കൂടും. ഇത് നമ്മൾ നേരത്തെ പഠിച്ചതുപോലെ അതുകൂടി മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പോൾ കണ്ണും പൂട്ടി നാട്ടിൽ നിൽക്കുന്ന ഒരാൾ ഒരു 50 ലക്ഷത്തിന്റെ കവർ കയറി എടുക്കണോ? അതും നിർബന്ധമില്ല. കാരണം പ്രീമിയം നമ്മൾക്ക് അതിനനുസരിച്ച് കൂടിക്കൊണ്ടേയിരിക്കും, ഇപ്പോൾ പറഞ്ഞതുപോലെ. അപ്പോൾ ഒരു ബാൻഡ് ഞാൻ പറഞ്ഞു തരാം. ഒരു തമ്പ് റൂള് പോലെ മാത്രം മനസ്സിലാക്കിയാൽ മതി. 10 ലക്ഷം മുതൽ 50 ലക്ഷം വരെയുള്ള ആ ഒരു ബാൻഡിന് ഇടയിലുള്ള ഒരു കവറാണ് ഞാൻ സജസ്റ്റ് ചെയ്യുക. ഇത് ഇന്നത്തെ ഹോസ്പിറ്റൽ ബിൽസിന്റെ ഒക്കെ ഒരു പോക്ക് കണ്ടിട്ടാണ് ഇങ്ങനെ ഒരു ബാൻഡ് ഡിസൈഡ് ചെയ്യുന്നത്. ഇതിലും നിങ്ങൾക്ക് എക്സാക്ട് എത്ര വേണം എന്ന് ചൂസ് ചെയ്യാൻ പല വഴികളുണ്ട്. അതിലും ഒരു തമ്പ് റൂള്, ഒരു ഗൈഡ് ലൈൻ ഞാൻ പറഞ്ഞു തരാം. ഏത് സിറ്റിയിലാണോ നിങ്ങൾ ഹോസ്പിറ്റലൈസ് ആകാൻ ചാൻസ് ഉള്ളത്, ഉദാഹരണത്തിന് നിങ്ങൾ മോസ്റ്റ്ലി ജോലി ചെയ്യുന്ന സ്ഥലമാകാം, അല്ലെങ്കിൽ നിങ്ങൾ താമസിക്കുന്ന സ്ഥലമാകാം, അതിനനുസരിച്ചല്ലേ അവിടുത്തെ ചിലവുകൾ വരിക. അതുകൊണ്ട് നമുക്ക് അതിനനുസരിച്ച്, അതായത് ഏത് സിറ്റിയിലാണോ ഹോസ്പിറ്റലൈസ് ആകാൻ സാധ്യതയുള്ളത് അതിനനുസരിച്ച് കുറച്ച് ഗൈഡ് ലൈൻസ് ഞാൻ പറഞ്ഞു തരാം. നിങ്ങൾ ഹോസ്പിറ്റലൈസ് ആകാൻ സാധ്യതയുള്ളത് മെട്രോ സിറ്റീസിലാണെങ്കിൽ, അതായത് മുംബൈ, ഡൽഹി, ബാംഗ്ലൂർ, ഹൈദരാബാദ് പോലുള്ള നഗരങ്ങളിലാണെങ്കിൽ ഒരു 15 to 50 lakhs കവർ
നിങ്ങൾ പ്ലാൻ ചെയ്യേണ്ടി വരും. ഈ ഗ്യാപ്പ് ഇത്ര വലുതാകാൻ കാരണം മറ്റൊന്നുമല്ല, കാണുന്ന ഓരോരുത്തരുടെയും ലൈഫ് സ്റ്റൈൽ വ്യത്യാസം ഉണ്ടാകും, നിങ്ങളുടെ സിറ്റുവേഷൻസ് വ്യത്യാസം ഉണ്ടാകും, നിങ്ങളുടെ ആഗ്രഹങ്ങളും വ്യത്യാസം ഉണ്ടാകും അല്ലെ. അപ്പോൾ ഒരു 15 to 50 lakhs കവർ പിടിക്കാം നിങ്ങളൊരു Tier 1 മെട്രോ സിറ്റിയിലാണ് ഹോസ്പിറ്റലൈസ് ആകാൻ സാധ്യതയുള്ളത് എങ്കിൽ. Tier 2 സിറ്റീസ്, അതായത് കൊച്ചി പോലുള്ള കുറച്ചുകൂടി ചിലവ് കുറഞ്ഞ എന്നാലും എക്സ്പെൻസീവ് ആയ സ്ഥലങ്ങളിൽ ഒരു 10 to 25 lakhs കവർ നിങ്ങൾ പ്ലാൻ ചെയ്യേണ്ടി വരും. കുറച്ചുകൂടി ചിലവ് കുറഞ്ഞ ചെറിയ ടൗണുകളാണെങ്കിൽ ഒരു 5 to 15 lakhs, 5 മുതൽ 15 ലക്ഷം രൂപയുടെ കവറാണ് ഞാൻ സജസ്റ്റ് ചെയ്യുക. എപ്പോഴത്തെ പോലെയും ഇത് ഞാൻ നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യുന്ന തമ്പ് റൂൾസ് ആണ്. ഈ ഒരു റേഞ്ചിനുള്ളിലാകാം നിങ്ങളുടെ ഇൻഷുറൻസ് കവർ എമൗണ്ട്, പക്ഷേ പേഴ്സണൽ സിറ്റുവേഷൻസ് തീർച്ചയായിട്ടും നോക്കേണ്ടതുണ്ട്. അതിനനുസരിച്ച് നിങ്ങൾക്ക് തീരുമാനങ്ങൾ എടുക്കാം. നിങ്ങളുടെ ആഗ്രഹങ്ങൾക്കനുസരിച്ച് ലൈഫ് സ്റ്റൈലിനനുസരിച്ച് തന്നെ ആയിരിക്കണം കവർ എമൗണ്ട് ഡിസൈഡ് ചെയ്യേണ്ടത്. ഒരു സർജറി തന്നെ ഒരു സിറ്റിയിലെ ഒരു സാധാരണ ഹോസ്പിറ്റലിൽ ജനറൽ വാർഡിൽ കിടന്ന് ചികിത്സ നേടാനാണെങ്കിൽ 5 ലക്ഷം രൂപയിൽ നടന്നേക്കാം. എന്നാൽ അതേ സർജറി അതേ സിറ്റിയിൽ ഒരു ലക്ഷറി ഹോസ്പിറ്റലിൽ സ്വീറ്റ് റൂമിൽ കിടന്ന് ചികിത്സ നേടാൻ ചിലപ്പോൾ 25 ലക്ഷം രൂപ പോലും ആയേക്കാം. അപ്പോൾ പറഞ്ഞതുപോലെ നിങ്ങളുടെ ആഗ്രഹങ്ങളും ലൈഫ് സ്റ്റൈലും അനുസരിച്ച് കാര്യങ്ങൾ തീരുമാനിക്കുക, എത്ര കവർ വേണമെന്ന് തീരുമാനിക്കുക. ഞാൻ തന്ന ഈ ഗൈഡ് ലൈൻസും തമ്പ് റൂൾസും ഉപയോഗിക്കുക. ഇൻഡിവിജ്വൽ പോളിസി എടുക്കുകയാണെങ്കിലാണ് ഇതുവരെ പറഞ്ഞ ഈ റൂൾസ് ഫോളോ ചെയ്യേണ്ടത്. ഇനി ഫാമിലി പ്ലാൻ ആണ് എടുക്കുന്നത് എങ്കിൽ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാമെന്ന് ഞാൻ പറഞ്ഞു തരാം. 4 പേരുടെ ഫാമിലി പ്ലാൻ ആണ് നിങ്ങൾ പ്ലാൻ ചെയ്യുന്നതെങ്കിൽ ഹയസ്റ്റ് ഏജ് ഉള്ള വ്യക്തിക്ക് എടുക്കാൻ പോയ ഇൻഡിവിജ്വൽ കവറിന്റെ 2.5 ഇരട്ടിയെങ്കിലും കവർ നോക്കുക മുഴുവൻ ഫാമിലിക്ക്. ഇതാണ് തമ്പ് റൂൾ. എക്സാമ്പിൾ പറഞ്ഞുതരാം. ഉദാഹരണം എടുക്കുകയാണെങ്കിൽ ഒരു ഭാര്യ ഭർത്താവ്, 2 പേർക്കും നിയർലി ഒരു 40 വയസ്സുണ്ട്, പിന്നെ 10ഉം 12ഉം പ്രായമുള്ള മക്കൾ. ഇവിടെ ആ ഭർത്താവിന് അല്ലെങ്കിൽ ഭാര്യയ്ക്ക് ഒറ്റയ്ക്ക് നിങ്ങൾ ഒരു 10 ലക്ഷം രൂപയുടെ ഇൻഡിവിജ്വൽ കവർ ആണ് എടുക്കാൻ പ്ലാൻ ചെയ്തത് എങ്കിൽ ആ 10 ലക്ഷം ഇൻറ്റു 2.5 ടോട്ടൽ 25 ലക്ഷത്തിന്റെ കവറാണ് മുഴുവൻ ഫാമിലിക്കായിട്ട് ഫാമിലി കവർ എന്ന രീതിയിൽ എടുക്കേണ്ടത്. അപ്പോൾ ഫാമിലി പ്ലാൻ ആണെങ്കിലും ഹൗ മച്ച് കവർ ടു ഗെറ്റ് എന്നത് കണ്ടുപിടിക്കാൻ എന്തായാലും പഠിച്ചല്ലോ. അപ്പൊ ഇതെല്ലാം പഠിച്ച് മനസ്സിലാക്കിയിട്ട് ഒരു പോളിസി എടുക്കാനായിട്ട് നമ്മൾ പോകുമ്പോൾ അടുത്ത സ്റ്റെപ്പിൽ കുറെ അധികം പ്രശ്നങ്ങൾ ഉണ്ടാകും. അതായത് ഒരു പോളിസി സെലക്ട് ചെയ്യാൻ പോകുമ്പോൾ അതിൽ കുറെ ഫീച്ചേഴ്സ് ഉണ്ടാകും, ബെനിഫിറ്റ്സ് ഉണ്ടാകും, അതൊന്നും മനസ്സിലാക്കാതെ സെലക്ട് ചെയ്യാൻ പാടുണ്ടാകും. അപ്പോൾ ഇതിൽ ഏതൊക്കെ ഫീച്ചേഴ്സ് എടുക്കണം ഏതൊക്കെ എടുക്കണ്ട എന്ന് നമുക്ക് അടുത്ത സ്റ്റെപ്പിൽ പഠിക്കാം. അതാണ് സ്റ്റെപ്പ് നമ്പർ 3, ഫീച്ചേഴ്സ് ടു ലുക്ക് ഔട്ട് ഫോർ. അപ്പൊ എന്താണ് ഈ ഫീച്ചേഴ്സ്? ഒരു ഇൻഷുറൻസ് പോളിസി എന്ന് പറയുമ്പോൾ ഒരു എഗ്രിമെന്റ് ആണല്ലോ നിങ്ങളും ഇൻഷുറൻസ് കമ്പനിയും തമ്മിൽ. ഈ എഗ്രിമെന്റിൽ നമുക്ക് നോക്കേണ്ടതായ പല കാര്യങ്ങളുണ്ട്. ഉദാഹരണത്തിന് എത്ര പ്രീമിയമാണ് നമ്മൾ അടയ്ക്കേണ്ടത്, എന്തൊക്കെ കാര്യങ്ങൾ ഈ പോളിസിയിൽ കവേർഡ് ആണ്, എന്തൊക്കെ അസുഖങ്ങൾ കവേർഡ് ആണ്, എന്തൊക്കെ കവേർഡ് അല്ല, എന്തൊക്കെ ഫീച്ചേഴ്സ് ഉണ്ട്, ഇതെല്ലാം നോക്കേണ്ടതുണ്ട് അല്ലേ. ഇന്ന് ഒരു ഇൻഷുറൻസ് വാങ്ങാൻ പോയാൽ ഫീച്ചേഴ്സിന്റെ ഒരു വലിയ ലിസ്റ്റ് ഉണ്ടാകും. മോസ്റ്റ്ലി ഇത് കണ്ട് ആൾക്കാർ കൺഫ്യൂസ് ആകുന്നതാണ് പതിവ്. ചില ഫീച്ചേഴ്സ് എടുത്താൽ ചിലപ്പോൾ പ്രീമിയം വളരെ കൂടും, ചില ഫീച്ചേഴ്സ് എടുത്തില്ലെങ്കിൽ ചിലപ്പോൾ ചില സാഹചര്യങ്ങളിൽ പെട്ടുപോകും. സോ ഫീച്ചേഴ്സിനെ പറ്റി മുഴുവനായി പഠിക്കലും വളരെയധികം ഇമ്പോർട്ടന്റ് ആണ്. അത് ചെയ്യലാണ് ഇവിടുത്തെ ലക്ഷ്യം. പഠിക്കാൻ എളുപ്പത്തിനായി പോപ്പുലർലി അവൈലബിൾ ആയ ഫീച്ചേഴ്സിനെ ഞാൻ 2ആയി തിരിച്ചിട്ടുണ്ട്. മസ്റ്റ് ഹാവ്സ് ആൻഡ് ഗുഡ് ടു ഹാവ്സ്. മസ്റ്റ് ഹാവ്സ് എന്ന് പറയുമ്പോൾ എൻ്റെ അഭിപ്രായത്തിൽ നിർബന്ധമായും നിങ്ങൾ നോക്കിയിരിക്കേണ്ട, നിങ്ങൾ നിങ്ങളുടെ ഇൻഷുറൻസിൽ ഉണ്ടാകണമെന്ന് ഉറപ്പുവരുത്തേണ്ട ഫീച്ചേഴ്സ് ആണ്. ഗുഡ് ടു ഹാവ്സ് എന്ന് പറയുമ്പോൾ നിങ്ങളുടെ ജീവിത സാഹചര്യം അനുസരിച്ച് നിങ്ങൾക്ക് തീരുമാനിക്കാം ഇത് വേണ്ടയോ വേണമോ എന്നുള്ളത്. അപ്പോൾ നമുക്ക് തുടങ്ങിയാലോ? ലക്ഷ്യം എന്ന് പറയുന്നത് ഇൻഷുറൻസ് വാങ്ങാൻ നിങ്ങൾ പോകുമ്പോൾ പറ്റിക്കപ്പെടാതെ ബുദ്ധിപരമായി ഫീച്ചേഴ്സ് സെലക്ട് ചെയ്യലാണ്. ഇനി കാര്യങ്ങൾ നമ്മളൊന്ന് സ്പീഡാക്കും, അപ്പോൾ ശ്രദ്ധിച്ചിരിക്കുക. ആദ്യം നമുക്ക് നിർബന്ധമായും സെലക്ട് ചെയ്യേണ്ട ഫീച്ചേഴ്സ് നോക്കാം. മസ്റ്റ് ഹാവ് ഫീച്ചേഴ്സ് നോക്കാം. ആദ്യത്തെ ഫീച്ചർ ലാർജ് നെറ്റ്വർക്ക് ഓഫ് ക്യാഷ്ലെസ് ഹോസ്പിറ്റൽസ്. അതായത് ഇൻഷുറൻസ് ഉണ്ടായിട്ട് മാത്രം കാര്യമില്ലല്ലോ, നമ്മുടെ ഇൻഷുറൻസ് കമ്പനിയുമായി ടൈപ്പ് ഉള്ള ഹോസ്പിറ്റൽസ് നമ്മുടെ ചുറ്റും അവൈലബിളും ആയിരിക്കണമല്ലോ. മാക്സിമം ഹോസ്പിറ്റൽസ് ആയി ക്യാഷ്ലെസ് ട്രീറ്റ്മെന്റിന് ടൈപ്പ് ഉള്ള പോളിസികൾ തിരഞ്ഞെടുക്കുക. നിങ്ങളുടെ വീടിനടുത്തുള്ള ഹോസ്പിറ്റൽസ് അല്ലെങ്കിൽ നിങ്ങളുടെ ഫേവറേറ്റ് ഹോസ്പിറ്റൽ നിർബന്ധമായും അവരുടെ ലിസ്റ്റിൽ വരണം. ക്യാഷ്ലെസ് അല്ല നിങ്ങളുടെ ഹോസ്പിറ്റൽ എങ്കിൽ ഹോസ്പിറ്റൽ ബിൽ ആദ്യം നിങ്ങൾ അടയ്ക്കേണ്ടി വരും. പിന്നീട് ബിൽസ് അയച്ചു കൊടുക്കുമ്പോൾ അടച്ച തുക ഇൻഷുറൻസ് കമ്പനി നിങ്ങൾക്ക് തിരിച്ച് അയച്ചു തരും. ക്യാഷ്ലെസ് ആണ് എങ്കിൽ നിങ്ങൾ ഇടപെടുകയോ വേണ്ട. ഹോസ്പിറ്റൽ ബില്ല് ഇൻഷുറൻസ് കമ്പനി നേരെ ഹോസ്പിറ്റലിന് അടച്ചുകൊള്ളും. ഏത് പ്ലാറ്റ്ഫോമിൽ നിന്നാണോ ഇൻഷുറൻസ് വാങ്ങുന്നത് വളരെ ഈസിയായി അവിടെ തന്നെ ആ ഇൻഷുറൻസിന്റെ ഹോസ്പിറ്റൽ ലിസ്റ്റ് കാണാൻ സാധിക്കും. അത് നോക്കിയിട്ട് മാത്രം ഇൻഷുറൻസ് എടുക്കുക. രണ്ടാമത്തെ ഫീച്ചർ നോ കോ പേയ്മെന്റ് ക്ലോസ്. കോ പേയ്മെന്റ് എന്ന് പറയുന്നത് ഇൻഷുറൻസ് കമ്പനി നിങ്ങളോട് പറയുകയാണ് എത്ര ബില്ല് വന്നാലും അതിന്റെ ഒരു നിശ്ചിത ശതമാനം നിങ്ങൾ അടക്കണമെന്ന്. അതായത് ബാക്കി അവർ അടച്ചോളാം, നിശ്ചിത ശതമാനം നിങ്ങൾ അടക്കണം. ഉദാഹരണം പറയുകയാണെങ്കിൽ 5 ലക്ഷം രൂപയുടെ ബില്ല് വരുന്നു,
30% ആണ് കോപ്പേ എങ്കിൽ 30% 5 ലക്ഷം, അതായത് 1.5 ലക്ഷം രൂപ നിങ്ങൾ കയ്യിൽ നിന്ന് ഇടും, ബാക്കി കമ്പനി നോക്കിക്കൊള്ളാമെന്ന്. ഈ ക്ലോസ് ഇല്ലാതെയുള്ള ഇൻഷുറൻസുകളാണ് നമ്മൾ മുൻതൂക്കം കൊടുക്കേണ്ടത്. അങ്ങനെയുള്ള പോളിസികളാണ് എപ്പോഴും എടുക്കേണ്ടത്. മൂന്നാമത്തെ മസ്റ്റ് ഹാവ് ഫീച്ചർ, നോ റൂം റെന്റ് റെസ്ട്രിക്ഷൻസ്. റൂം റെന്റ് ക്യാപ്പ് എന്നത് എത്ര മുറി വാടക അല്ലെങ്കിൽ ഏത് കാറ്റഗറി മുറി വരെയാണ് നിങ്ങൾക്ക് എടുക്കാൻ പറ്റും എന്നുള്ളത് കൺട്രോൾ ചെയ്യുന്ന ഒരു ഫീച്ചറാണ്. ഫോർ എക്സാമ്പിൾ, റൂം റെന്റ് ക്യാപ്പ് 2000 രൂപയാണ് നിങ്ങളുടെ പോളിസി എങ്കിൽ 2000 രൂപയിൽ കൂടുതൽ റെന്റ് ഉള്ള റൂം നിങ്ങൾ എടുത്താൽ ആ എക്സ്ട്രാ വരുന്ന റെന്റ് ഇൻഷുറൻസിൽ കവർ ആകില്ല, അത് നിങ്ങൾ കൊടുക്കേണ്ടി വരും. അപ്പോൾ റൂം റെന്റിന് ഒരു ലിമിറ്റ് ഇല്ലാത്ത തരം പോളിസികൾ ചൂസ് ചെയ്യാൻ നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഒരു അത്യാവശ്യം വന്ന് ഹോസ്പിറ്റലിൽ നിൽക്കുമ്പോൾ മുറിയുടെ വാടക ആലോചിച്ച് ടെൻഷൻ അടിക്കേണ്ടി വരില്ല. അപ്പോൾ ഇവിടെ നിങ്ങൾ ആലോചിക്കും, മുറി വാടക എത്ര കൂടി പോയേക്കാം, ചിലപ്പോൾ ഒരു 3000 രൂപയായിരിക്കാം, 5000 രൂപയായിരിക്കാം. അപ്പൊ എക്സ്ട്രാ ഒരു 2000-3000 പെർ ഡേ അല്ലേ ഉള്ളൂ, അത് കുറച്ച് നമുക്ക് വേണമെങ്കിൽ കയ്യിൽ നിന്ന് അടക്കാമല്ലോ. അപ്പൊ അത് ഇത്ര വലിയൊരു പോയിന്റ് ആണെന്ന് ചിന്തിച്ചേക്കാം. അപ്പൊ ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു സംഭവം എന്താണെന്ന് വെച്ചാൽ, ഓൾമോസ്റ്റ് എല്ലാ ഹോസ്പിറ്റൽസിലും വലിയ വാടകയുള്ള മുറിയിലേക്ക് പോവുകയാണെങ്കിൽ നിങ്ങളുടെ മറ്റ് മെഡിക്കൽ എക്സ്പെൻസസും കൂടും, ഡോക്ടറിന്റെ ചാർജസ് കൂടും, നിങ്ങളുടെ സർജറിയുടെ വിലയും കൂടും, ഇല്ലേ, നിങ്ങളുടെ ക്ലാസ് ഒന്നും മാറും ഡിപ്പെൻഡിങ് ഓൺ നിങ്ങൾ ഏത് മുറി എടുക്കുന്നു എന്നുള്ളത്. ഇത് ഇൻഷുറൻസ് കമ്പനിക്കും അറിയാം. അപ്പോൾ നിങ്ങൾക്ക് ഒരു 2000 രൂപയുടെ മുറി വാടകയെ അനുവദിച്ചുള്ളൂ എങ്കിൽ നിങ്ങൾ എന്നാൽ അതിൽ കൂടുതൽ മുറി വാടകയുള്ള ഒരു മുറിയിലാണ് താമസിക്കുന്നതെങ്കിൽ നിങ്ങളുടെ എല്ലാ ചിലവുകളും കൂടുതലായി എന്ന് മനസ്സിലാക്കിയ ഇൻഷുറൻസ് കമ്പനി നിങ്ങളുടെ മുഴുവൻ ക്ലെയിമും തരണമെന്നില്ല. നിങ്ങൾ മുഴുവനായി ക്ലെയിം ചെയ്യാൻ പോകുമ്പോൾ, അതായത് ബാക്കിയുള്ള എക്സ്പെൻസസും ക്ലെയിം ചെയ്യാൻ പോകുമ്പോൾ ചിലപ്പോൾ അതിലും ഒരു കുറഞ്ഞ ശതമാനമേ ചിലപ്പോൾ കവർ ചെയ്യുകയുള്ളൂ. അപ്പോൾ ഇതുകൊണ്ടാണ് ഈ നോ റൂം റെന്റ് ലിമിറ്റ് എന്നുള്ള പോയിന്റ് വളരെയധികം ഇമ്പോർട്ടന്റ് ആകുന്നത്. ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുള്ള പ്ലാറ്റ്ഫോമിൽ പോവുകയാണെങ്കിൽ ഈ പറഞ്ഞ ഫീച്ചറും മുന്നിലേക്ക് ഇനി പറയാൻ പോകുന്ന എല്ലാ ഫീച്ചേഴ്സും ഫിൽറ്റർ ഓപ്ഷൻ വഴി സെലക്ട് ചെയ്തിട്ട് പോളിസീസ് കണ്ട് ഡിസൈഡ് ചെയ്യാൻ പറ്റുന്നതാണ്. വളരെ ഈസി ആയിട്ട് തന്നെ കാര്യങ്ങൾ ഡിസൈഡ് ചെയ്യാൻ പറ്റുന്നതാണ്. ഈ നാലാമത്തെ മസ്റ്റ് ഹാവ് ഫീച്ചർ നോക്കുകയാണെങ്കിൽ അത് റിസ്റ്റോറേഷൻ ബെനിഫിറ്റ് ആണ്. 5 ലക്ഷം രൂപയുടെ പോളിസി നിങ്ങൾ എടുത്തു എന്ന് വിചാരിക്കുക. ഒരു ദിവസം അർജന്റ് സർജറി വന്നു, 4 ലക്ഷം നമ്മൾ ഇൻഷുറൻസ് ഉപയോഗിച്ചു, അത് ക്ലെയിം ചെയ്ത പൈസ നമുക്ക് കിട്ടി. പോളിസി വർഷാവർഷം റിന്യൂ ചെയ്യുന്നത് വരെ സാധാരണ രീതിയിൽ നിങ്ങൾക്ക് കവറേജ് 1 ലക്ഷമേ ബാക്കി ഉണ്ടാവുള്ളൂ. അതായത് അടുത്ത റിന്യൂവൽ വരെ നിങ്ങൾക്ക് അതിനിടയിൽ എന്തെങ്കിലും ഹെൽത്ത് ഇഷ്യൂ വന്നാൽ 1 ലക്ഷം വരെയുള്ള കവറേ ബാക്കിയുള്ളൂ. കാരണം ബാക്കി 4 ലക്ഷം നിങ്ങൾ ഓൾറെഡി ഉപയോഗിച്ചു പോയല്ലോ. ഇവിടെയാണ് റിസ്റ്റോറേഷൻ ബെനിഫിറ്റ് പ്രസക്തമാകുന്നത്. റിസ്റ്റോറേഷൻ ബെനിഫിറ്റ് ഉണ്ട് എങ്കിൽ ഒരു തവണ ഇൻഷുറൻസ് ഉപയോഗിക്കേണ്ടി വന്നാലും ഇൻഷുറൻസ് കവറേജ് മാക്സിമം എമൗണ്ടിലേക്ക് തിരിച്ച് റീസ്റ്റോർ ആകും. ഈ ഫീച്ചർ ഉള്ള പോളിസികൾ എടുക്കുന്നത് തീർച്ചയായിരിക്കും നല്ലതായിരിക്കും. ഫാമിലി പ്ലാൻ ആണ് എങ്കിൽ നിർബന്ധപരമായിട്ടും ഈ ഫീച്ചർ ഉണ്ട് എന്ന് ഉറപ്പുവരുത്തുക. അഞ്ചാമത്തെ മസ്റ്റ് ഹാവ് ഫീച്ചർ, ഡേ കെയർ പ്രൊസീജിയേഴ്സ് കവേർഡ് ആയിരിക്കണം എന്നുള്ളതാണ്. പല മോഡേൺ ട്രീറ്റ്മെന്റ്സിനും 24 മണിക്കൂർ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവേണ്ട സാഹചര്യങ്ങൾ പണ്ടത്തെ പോലെ വരുന്നില്ല. പക്ഷേ അറിയുന്നവരെങ്കിലും കേട്ടിട്ടുണ്ടാകും, അഡ്മിറ്റ് ആയാലേ ഇൻഷുറൻസ് കിട്ടുന്നുള്ളൂ എന്നൊരു ലൈൻ, അല്ലേ? ഉദാഹരണത്തിന് കാട്രാക്ട് സർജറി ഇപ്പോൾ വെറും ഒരു ഡേ കെയർ പ്രൊസീജിയർ ആണ്, അഡ്മിറ്റ് ആവേണ്ട കാര്യമേ ഇല്ല. അപ്പോൾ ഡേ കെയർ പ്രൊസീജിയേഴ്സ് കവേർഡ് എന്ന ഫീച്ചർ നിങ്ങളുടെ പോളിസിയിൽ ഇല്ല എങ്കിൽ അങ്ങനത്തെ എക്സ്പെൻസസ് ഇൻഷുറൻസിൽ കവർ ആകില്ല. അതുകൊണ്ട് ഈ ഫീച്ചർ പോളിസിയിലുണ്ട് എന്ന് ഉറപ്പുവരുത്തുക. ആറാമത്തെ മസ്റ്റ് ഹാവ് ഫീച്ചർ പറയുകയാണെങ്കിൽ പ്രീ ആൻഡ് പോസ്റ്റ് ഹോസ്പിറ്റലൈസേഷൻ കവറേജ്. അതായത് ഒരു ട്രീറ്റ്മെന്റ് വേണ്ടി വന്നാൽ ആ ട്രീറ്റ്മെന്റിന് നമ്മൾ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആകുന്നതിന് മുൻപേ ഹോസ്പിറ്റലിൽ നമ്മൾ ഡിസ്ചാർജ് ആയി കഴിഞ്ഞതിന് ശേഷവും ചിലവുകൾ ഉണ്ടാകുമല്ലോ. അഡ്മിറ്റ് ആകുന്നതിന് മുൻപേ ടെസ്റ്റുകളും കൺസൾട്ടേഷനും ഉണ്ടാകും. ഡിസ്ചാർജ് ആയതിനു ശേഷം മരുന്നുകളും ഫോളോ അപ്പ് കൺസൾട്ടേഷനുകളും ഒക്കെ ഉണ്ടാകും. ഇതിനൊക്കെ ചിലവും കാണും. സാധാരണ ഇൻഷുറൻസ് പോളിസീസിലെ ഈ ചിലവുകൾ കവർ ആകില്ല. ഇങ്ങനത്തെ ചിലവുകൾ കവർ ആകാൻ പ്രീ ആൻഡ് പോസ്റ്റ് ഹോസ്പിറ്റലൈസേഷൻ കവറേജ് എന്ന ഫീച്ചർ നമ്മൾ തീർച്ചയായിട്ടും സെലക്ട് ചെയ്യേണ്ടതുണ്ട്. അറ്റ്ലീസ്റ്റ് ഹോസ്പിറ്റലൈസേഷന് 30 മുതൽ 60 ദിവസം മുന്നേ വരെയുള്ള കവറേജും ഹോസ്പിറ്റലൈസേഷന് 60 മുതൽ 180 ദിവസം കഴിഞ്ഞുള്ള വരെയുള്ള കവറേജുമാണ് കണ്ടുവരുന്നത്. അങ്ങനെയുള്ളതാണ് നിങ്ങൾ സെലക്ട് ചെയ്യേണ്ടത്. അപ്പൊ ഇതുവരെ നമ്മൾ ഡിസ്കസ് ചെയ്ത എല്ലാം മസ്റ്റ് ഹാവ് ഫീച്ചേഴ്സ് ആണ്. എല്ലാം ക്ലിയർ ആയി നോക്കി തന്നെ നിങ്ങൾ ഇൻഷുറൻസ് സെലക്ട് ചെയ്യുക. ഇനി നമുക്ക് ഗുഡ് ടു ഹാവ് ഫീച്ചേഴ്സിലേക്ക് കടക്കാം. ഏറ്റവും ആദ്യത്തെ ഗുഡ് ടു ഹാവ് ഫീച്ചർ ഡിസ്കസ് ചെയ്യേണ്ടത് നോ ക്ലെയിം ബോണസ് ആണ്. ഈ ഫീച്ചർ ഉണ്ടെങ്കിൽ നിങ്ങൾ ഇൻഷുറൻസ് ക്ലെയിം ഒന്നും വരുത്തിയില്ല എങ്കിൽ ഓരോ വർഷവും നിങ്ങളുടെ ഇൻഷുർഡ് എമൗണ്ട് കൂട്ടിക്കിട്ടും, അധികം പ്രീമിയം കൊടുക്കാതെ. ഇത് 100% വരെ പോയേക്കാം. അതായത് നിങ്ങൾ 5 ലക്ഷത്തിന്റെ പോളിസി എടുത്താൽ കുറെ വർഷങ്ങൾ ക്ലെയിമുകൾ വരുന്നില്ല എങ്കിൽ പോളിസി കവർ തന്നെ 10
ലക്ഷം വരെയൊക്കെ പോയേക്കാം ഒരു എക്സ്ട്രാ പ്രീമിയം നിങ്ങൾ അടക്കാതെ. അതായത് നിങ്ങൾ അടക്കേണ്ട പ്രീമിയം അപ്പോഴും 5 ലക്ഷത്തിന്റെ തന്നെയായിരിക്കും, പക്ഷെ നിങ്ങളുടെ കവർ ഓട്ടോമാറ്റിക്കലി 10 ലക്ഷത്തിലേക്ക് എത്തും. വളരെ നല്ല ഫീച്ചറാണ്, ഉണ്ടെങ്കിൽ നല്ലത്. പ്രീമിയം അടക്കുകയും ചെയ്തു, ക്ലെയിം ചെയ്തതുമില്ല, അപ്പോൾ നഷ്ടം വന്നില്ലേ എന്ന വിഷമമൊക്കെ ഒരു പരിധി വരെ ഉണ്ട് എങ്കിൽ അത് മാറ്റി തരുന്ന ഒരു ഫീച്ചറാണ് ഇത് അല്ലേ. രണ്ടാമത്തെ ഗുഡ് ടു ഹാവ് ഫീച്ചർ ഫ്രീ ആനുവൽ ഹെൽത്ത് ചെക്കപ്സ് ആണ്. അത് പേര് പറയുന്നത് പോലെ തന്നെ ഒരു ആനുവൽ ഫുൾ ബോഡി ചെക്കപ്പ് ഒക്കെ ഫ്രീ ആയി കിട്ടും. മെഡിക്കൽ സയൻസ് ഇത്ര അഡ്വാൻസ്ഡ് ആയി എത്തി നിൽക്കുമ്പോൾ ഓൾമോസ്റ്റ് എല്ലാ രോഗവും നേരത്തെ ഏർലി സ്റ്റേജിൽ തന്നെ കണ്ടെത്തിയാൽ മതി ചികിത്സിച്ച് ഭേദമാക്കാനൊക്കെ പറ്റുന്നതേ ഉള്ളൂ അല്ലെ. ബട്ട് നേരത്തെ കണ്ടെത്തണമെങ്കിൽ റെഗുലർ ഹെൽത്ത് ചെക്കപ്സ് നടത്തണം. അതിന്റെ പൈസ ചെലവൊക്കെ ഓർത്ത് പലരും ചെയ്യലില്ല. അപ്പോൾ ഫ്രീ ആനുവൽ ഹെൽത്ത് ചെക്കപ്പ് ഉള്ള പോളിസി എടുത്താൽ വളരെ നന്നാകും. ഫ്രീ ആയി ഉള്ളത് കൊണ്ട് കൂടുതൽ പേരും പോയി ചെയ്യും. നിർഭാഗ്യവശാൽ എന്തെങ്കിലും മോശം കണ്ടെത്തിയാലും അതിന്റെ ട്രീറ്റ്മെന്റിന്റെ ചിലവും ഇൻഷുറൻസ് കവർ ചെയ്തുകൊള്ളുമല്ലോ. അപ്പൊ ഇത് തീർച്ചയായിട്ടും നല്ലൊരു ഗുഡ് ടു ഹാവ് ഫീച്ചർ ആണ്. മൂന്നാമത്തത് കൺസ്യൂമബിൾസ് കവറേജ് ആണ്. അതായത് സാധാരണ രീതിയിൽ നോൺ മെഡിക്കൽ എക്സ്പെൻസസ് ആയിട്ടുള്ള ഗ്ലൗസ്, സിറിഞ്ചസ്, കോട്ടൺ, PPE കിറ്റ്സ് പോലുള്ള സാധനങ്ങൾ നോർമൽ ഇൻഷുറൻസിൽ കവർ ആകില്ല. അതിനെല്ലാം ബില്ല് സെറ്റ് ചെയ്യുമ്പോൾ നമ്മുടെ കയ്യിൽ നിന്ന് തന്നെ നേരിട്ട് പൈസ ഇടേണ്ടി വരും, അടക്കേണ്ടി വരും. ഇത് വലിയൊരു ബില്ല് ആവണമെന്നില്ല, പക്ഷേ ഈ ഫീച്ചർ ഉണ്ടെങ്കിൽ ആ ചിലവുകളും ഇൻഷുറൻസ് കവർ ചെയ്തോളും. അപ്പൊ അങ്ങനെ വേണമെന്നുള്ളവർക്ക് ഈ ഫീച്ചർ ഒപ്റ്റിൻ ചെയ്യാൻ പറ്റും. നാലാമത്തെ ഗുഡ് ടു ഹാവ് ഫീച്ചർ ഡൊമിസിലറി ഹോസ്പിറ്റലൈസേഷൻ. അതായത് സാധാരണ പോളിസീസ് ഹോസ്പിറ്റലൈസ് ആയി ഉള്ള ട്രീറ്റ്മെന്റ്സിന്റെ ചിലവുകൾ മാത്രമാണ് കവർ ചെയ്യുക. എന്നാൽ ചിലർക്ക് വീട്ടിൽ നിന്നുകൊണ്ട് തന്നെ ആയിരിക്കാം ട്രീറ്റ്മെന്റ്സ് വേണ്ടത്. ഈ ഒരു സാഹചര്യം വരാൻ സാധ്യതയുള്ള മെഡിക്കൽ കണ്ടീഷൻസ് ആണ് നിങ്ങൾക്ക് ഉണ്ട് എങ്കിൽ, അല്ലെങ്കിൽ ട്രാൻസ്പോർട്ടേഷന് ബുദ്ധിമുട്ടുള്ള പേഷ്യൻസ് ആണെങ്കിൽ ഈ ഫീച്ചർ എടുത്തു വെക്കുന്നത് തീർച്ചയായിട്ടും നല്ലതായിരിക്കും. അഞ്ചാമത്തെ ഗുഡ് ടു ഹാവ് ഫീച്ചർ ഓൾട്ടർനേറ്റീവ് മെഡിസിൻ കവറേജ് ആണ്. ചിലർക്കൊക്കെ ആയുർവേദം അല്ലെങ്കിൽ ഹോമിയോപ്പതി ട്രീറ്റ്മെന്റ്സ് ഒക്കെ ആയിരിക്കും താല്പര്യം. ഈ ഫീച്ചർ എടുത്താൽ മാത്രമേ അങ്ങനെയുള്ള അലോപ്പതി അല്ലാത്ത മറ്റ് ട്രീറ്റ്മെന്റ്സിന്റെ ചാർജസ് കവർ ആവുകയുള്ളൂ. അപ്പൊ അതുകൂടി മനസ്സിലായ സ്ഥിതിക്ക് നിങ്ങളുടെ ബേസ് പോളിസി റെഡി ആയി കഴിഞ്ഞു. എത്ര കവർ വേണം, എന്തൊക്കെ ഫീച്ചേഴ്സ് വേണം എന്ന് നമ്മൾ തിരഞ്ഞെടുത്തു വിശദമായി മനസ്സിലായി. ഇനി നമുക്ക് അടുത്ത സ്റ്റെപ്പിലേക്ക് കടക്കാം. സ്റ്റെപ്പ് നമ്പർ 4, സെലക്ട് ദ ബെസ്റ്റ് ഇൻഷുറർ. അതായത് ഇത്രയും ഒക്കെ കാര്യങ്ങൾ വളരെ വിശദമായി ഇൻഡെപ്തിൽ നോക്കി നിങ്ങൾ ഇൻഷുറൻസ് ഷോർട്ട് ലിസ്റ്റ് ചെയ്തു വരുമ്പോൾ പല ഇൻഷുറൻസ് കമ്പനികളുടെ ഇൻഷുറൻസ് നിങ്ങളുടെ മുൻപിൽ ഉണ്ടാകും. ശരിയല്ലേ? അതായത് ഒരു ഫാമിലി പോളിസിയാണ്, ഒരു 25 ലക്ഷം രൂപയുടെ കവറാണ്, ഇത്രയും ഫീച്ചേഴ്സ് ഉണ്ട് എന്ന് സെലക്ട് ചെയ്താൽ പോലും പല ഇൻഷുറൻസ് കമ്പനീസ് നിങ്ങൾക്ക് പോളിസി ഓഫർ ചെയ്യുന്നുണ്ടാകും. നല്ല ഇൻഷുറൻസ് പോളിസി നമുക്ക് കിട്ടി. അപ്പോൾ നെക്സ്റ്റ് ടാസ്ക് എന്ന് പറയുന്നത് ബെസ്റ്റ് ഇൻഷുറൻസ് കമ്പനി സെലക്ട് ചെയ്യലാണ്. ഇത് ഇമ്പോർട്ടന്റ് ആകുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഹെൽത്ത് ഇൻഷുറൻസ് ഒക്കെ എടുത്തു, എന്നാൽ നമ്മൾ വാങ്ങിച്ച കമ്പനി തന്നെ മോശമാണെങ്കിലോ, നമ്മൾ ക്ലെയിം ചെയ്യുമ്പോൾ മുടന്ത ന്യായങ്ങളൊക്കെ പറഞ്ഞ് പൈസ തരാതിരുന്നാലോ, കുറച്ച് പൈസയെ തന്നുള്ളൂ എങ്കിലോ, ഇതൊക്കെ റിയൽ റിസ്ക്സ് ആണ്. അപ്പോൾ നല്ല ഇൻഷുററെ, അതായത് നല്ല ഇൻഷുറൻസ് കമ്പനിയെ തന്നെ സെലക്ട് ചെയ്യല് വളരെയധികം ഇമ്പോർട്ടന്റ് ആണ്. അതായത് ഒരു ഇൻഷുറൻസ് കമ്പനിയുമായി നമ്മളൊരു പാർട്ട്ണർഷിപ്പ്, ഒരു എഗ്രിമെന്റിൽ കയറാൻ പോവുകയാണ്. ഏതൊരു എഗ്രിമെന്റിന് മുന്നേ നമ്മൾ അപ്പുറത്തെ പാർട്ടിയുടെ ഒരു ബേസിക് ചെക്ക് നടത്തില്ലേ, അതാണ് നമ്മൾ ഇവിടെ ചെയ്യേണ്ടത്. അപ്പോ അത് എളുപ്പത്തിൽ ചെയ്യാൻ നമ്മുടെ ഇൻഷുറൻസ് കമ്പനികളെ തന്നെ ഓരോന്നായി വ്യക്തമായി അളക്കാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് നമ്പേഴ്സ് നോക്കിയാൽ മതി. അത് ഏതൊക്കെയാണെന്ന് പഠിക്കാം. ആ നമ്പേഴ്സ് പഠിക്കുകയാണെങ്കിൽ ഓരോ നമ്പേഴ്സ് നോക്കിയിട്ട് നമുക്ക് നല്ല ഇൻഷുറൻസ് കമ്പനികൾ കണ്ടെത്താം, മോശം ഇൻഷുറൻസ് കമ്പനികളെ പറ്റി മനസ്സിലാക്കാം, അവരിൽ നിന്ന് മാറി നിൽക്കാം. ഇവിടെ 2 റേഷ്യോസ് ഉപയോഗിച്ചാണ് നമ്മൾ ഇൻഷുറൻസ് കമ്പനീസിനെ അളക്കാനും ജഡ്ജ് ചെയ്യാനും തീരുമാനത്തിലേക്ക് എത്താനും പോകുന്നത്. അതിൽ ഏറ്റവും ആദ്യത്തെ റേഷ്യോന്റെ പേര് ക്ലെയിം സെറ്റിൽമെന്റ് റേഷ്യോ എന്നുള്ളതാണ്. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു നമ്പറാണ്. അതായത് ഒരു ഇൻഷുറൻസ് കമ്പനിയിലേക്ക് 100 ക്ലെയിം വരികയാണ് എങ്കിൽ അതിൽ എത്ര ക്ലെയിം അവർ സെറ്റിൽ ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് ഈ റേഷ്യോ പറയുന്നത്. ഒന്ന് ചിന്തിച്ച് നോക്കിയേ, ഏത് കമ്പനിയാണോ കൂടുതൽ സെറ്റിൽമെന്റ് കൊടുക്കുന്നത് അങ്ങനെയുള്ള കമ്പനിയല്ലേ നല്ലത്. ഒരു ഇൻഷുറൻസ് കമ്പനിയുടെ റെപ്യൂട്ടേഷൻ ആണ് ഇത് ശരിക്കും കാണിച്ചു തരുന്നത്. ഈ CSR എന്നുള്ള ഈ ഒരു റേഷ്യോ കൂടുതലാണെങ്കിൽ നിങ്ങളുടെ ക്ലെയിം സെറ്റിൽ ആകാനുള്ള ചാൻസ് കൂടുതലാണ് എന്നുള്ളതാണ് അർത്ഥം. നിങ്ങൾ ആസ് എ ഇൻഷുറൻസ് എടുക്കുന്ന ആള് നിങ്ങൾ എങ്ങനെയുള്ള ഒരു കമ്പനിയിൽ നിന്നായിരിക്കും ഇൻഷുറൻസ് എടുക്കാൻ ആഗ്രഹിക്കുക? ഏറ്റവും കൂടുതൽ ക്ലെയിംസ് സെറ്റിൽ ചെയ്യുന്ന കമ്പനി ആയിരിക്കും നിങ്ങൾ ഇഷ്ടപ്പെടുക. ഏതെങ്കിലും കമ്പനിയുടെ ക്ലെയിം സെറ്റിൽമെന്റ് റേഷ്യോ കുറവാണെങ്കിൽ അതിന്റെ അർത്ഥം എന്താണ്? ആ കമ്പനിയിൽ ക്ലെയിം ചെയ്താലും എന്തെങ്കിലും റീസൺസ് പറഞ്ഞിട്ട് അവര് ക്ലെയിം സെറ്റിൽ ചെയ്യുന്നില്ല, അവർ പൈസ തരുന്നില്ല എന്നുള്ളതാണ് അർത്ഥം അല്ലേ. അപ്പൊ ഇവിടെ എങ്ങനെ ക്ലെയിം സെറ്റിൽമെന്റ് റേഷ്യോ വെച്ച് ജഡ്ജ് ചെയ്യണം എന്ന് നോക്കുകയാണെങ്കിൽ 90% കൂടുതലായാൽ നല്ലതാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഇന്ന് നമ്മുടെ നാട്ടിൽ നിൽക്കുന്ന ഏറെക്കുറെ എല്ലാ നല്ല കമ്പനീസിനും 90%
90% കൂടുതലെങ്കിലും ഉണ്ട്, 90% കുറവാണ് ക്ലെയിം സെറ്റിൽമെന്റ് റേഷ്യോ എങ്കിൽ അങ്ങനെ ഒരു കമ്പനിയിൽ നിന്ന് വാങ്ങാതിരിക്കുന്നതായിരിക്കും നല്ലത്. പിന്നെ അവസാനത്തെ ഒരു സ്റ്റെപ്പ് ആകുമ്പോൾ പല പല കമ്പനികളിൽ നിന്ന് നിങ്ങൾക്ക് കമ്പയർ ചെയ്തിട്ട് ഫൈനൽ പോളിസി വാങ്ങണമെങ്കിൽ അവിടെ ഏത് കമ്പനിയുടെ ക്ലെയിം സെറ്റിൽമെന്റ് റേഷ്യോ ആണോ കൂടുതലുള്ളത് ആ കമ്പനി ആയിരിക്കും ബെറ്റർ, ആ കമ്പനിയിൽ നിന്ന് വാങ്ങുന്നതായിരിക്കും നിങ്ങൾക്ക് ഏറ്റവും ഉചിതം. രണ്ടാമത്തെ റേഷ്യോ ഇൻകേർഡ് ക്ലെയിംസ് റേഷ്യോ. ഈ റേഷ്യോ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഓരോ 100 രൂപ പ്രീമിയമായി കളക്ട് ചെയ്തപ്പോൾ ഒരു ഇൻഷുറൻസ് കമ്പനി അതിൽ എത്ര രൂപയാണ് ക്ലെയിം സെറ്റിൽമെന്റിനായി ഉപയോഗിച്ചത് എന്നുള്ളതാണ്. അറ്റ്ലീസ്റ്റ് 50% ഉണ്ടെന്നെങ്കിലും ഉറപ്പുവരുത്തുക. അതിൽ നിന്ന് കമ്പനി മോശമല്ലാത്ത രീതിയിൽ സെറ്റിൽമെന്റ്സ് നടത്തുന്നുണ്ട് എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കും. അതായത് കമ്പനി 100 രൂപ പ്രീമിയം കളക്ട് ചെയ്യുമ്പോൾ 50 രൂപയെങ്കിലും ക്ലെയിം ആയിട്ട് തിരിച്ചു കൊടുക്കുന്നുണ്ട് എന്ന് മനസ്സിലാകും. ഒരു 70 to 90% ആണ് ഈ റേഷ്യോ എങ്കിൽ കൊള്ളാം. അപ്പൊ നിങ്ങൾ സെലക്ഷൻ നടത്തുമ്പോൾ നിങ്ങളുടെ കമ്പനിയുടെ ഈ ഒരു റേഷ്യോ നോക്കുക. അത് 70 to 90% ആണെങ്കിൽ ഹെൽത്തി ആണ്, ബെറ്റർ ആണ്, മുന്നിലേക്ക് പോകാം. ഇത് കമ്പനീസിനെ കമ്പാരിസൺ ആയിട്ട് ഉപയോഗിക്കണമെന്നില്ല. ഏതെങ്കിലും കമ്പനിക്ക് 90%, 100%, ചില കമ്പനികൾക്ക് 100%-ൽ കൂടുതൽ പോലും ഈ ഒരു റേഷ്യോ ഉണ്ട്. അതിനർത്ഥം എന്താ? അവർ എത്രയാണോ പ്രീമിയം വാങ്ങുന്നത് അതിനേക്കാൾ കൂടുതൽ പൈസ അവർ സെറ്റിൽ ചെയ്യുന്നു എന്നുള്ളതാണ്. അങ്ങനെയുള്ള കമ്പനികളെ സൂക്ഷിക്കണം. കാരണം അങ്ങനെയുള്ള കമ്പനികൾക്ക് ഫൈനാൻഷ്യൽ സ്ട്രെസ് ഉണ്ടാകാം, അങ്ങനെയുള്ള കമ്പനികൾ ചിലപ്പോൾ പൂട്ടിപ്പോയേക്കാം. അപ്പൊ അങ്ങനെയുള്ള കമ്പനികൾ മാറ്റി വെക്കുക. അപ്പോൾ ഈ ഒരു റേഷ്യോ 50%-ലോ 60%-ലോ കുറവുള്ള കമ്പനികളെ നമ്മൾ സെലക്ട് ചെയ്യാതിരിക്കാം. 90-100% കൂടുതലുള്ള കമ്പനികളെ സെലക്ട് ചെയ്യാതിരിക്കാം. ഈ രണ്ട് റേഷ്യോസും വളരെ എളുപ്പത്തിൽ തന്നെ നമുക്കൊരു ഗൂഗിൾ സെർച്ച് ചെയ്തിട്ടോ അല്ലെങ്കിൽ ഇൻഷുറൻസിന്റെ വെബ്സൈറ്റിൽ പോയിട്ടോ കിട്ടുന്നതായിരിക്കും. അപ്പോൾ അത് നോക്കി നല്ല റേഷ്യോസ് ഉള്ള ഇൻഷുറൻസ് കമ്പനിയിൽ നിന്നുള്ള പോളിസി വാങ്ങാം എന്ന തീരുമാനത്തിലേക്ക് അതിശക്തമായിട്ട് നമുക്ക് എത്താം. അപ്പൊ നമുക്ക് അടുത്ത സ്റ്റെപ്പിലേക്ക്, ഫൈനൽ സ്റ്റെപ്പിലേക്ക് നമുക്ക് പോകാം. സ്റ്റെപ്പ് നമ്പർ 5, എസെൻഷ്യൽ ആഡ് ഓൺസ് ആൻഡ് റൈഡേഴ്സ്. ഇൻഷുറൻസ് ടൈപ്പും കവറും ഫീച്ചേഴ്സും കമ്പനിയും എല്ലാം ഡിസൈൻ ചെയ്ത് വാങ്ങാനുള്ള ഫൈനൽ സ്റ്റെപ്പിൽ എത്തുമ്പോൾ പലപ്പോഴും ഉണ്ടാകുന്ന ഓപ്ഷനാണ് ആഡ് ഓൺസ് ആൻഡ് റൈഡേഴ്സ് എന്നത്. അതായത് കുറച്ചുകൂടി പ്രീമിയം കൊടുത്താൽ കൂടുതൽ പിന്നെയും ബോണസ് ഫീച്ചേഴ്സ് ആഡ് ഓൺ ചെയ്യാം. ഇൻഷുറൻസിന്റെ ലോകത്ത് ഇവരെ റൈഡേഴ്സ് അല്ലെങ്കിൽ ആഡ് ഓൺസ് എന്നാണ് വിളിക്കുന്നത്. അപ്പോൾ ഇവിടെയും മസ്റ്റ് ഹാവ്സ് ആൻഡ് ഗുഡ് ടു ഹാവ്സ് ഉണ്ട് എന്റെ കയ്യിലെ. ലെറ്റ് us എക്സ്പ്ലോർ. ആദ്യം നമുക്ക് മസ്റ്റ് ഹാവ്സിനെ പറ്റി സംസാരിക്കാം. ഏറ്റവും ആദ്യത്തെ മസ്റ്റ് ഹാവ് റൈഡർ എന്നുള്ളത് ടോപ്പ് അപ്പ് ആണ്. അതായത് നമ്മൾ ഓൾറെഡി ഒരു പ്രീമിയം കൊടുത്ത് ഒരു കവർ എടുത്തിട്ടുണ്ട്. ചെറിയൊരു പ്രീമിയം കൂടി കൊടുത്ത് വലിയൊരു എക്സ്ട്രാ കവർ കൂടി എടുക്കാൻ പറ്റിയാലോ, അതാണ് ടോപ്പ് അപ്പ് വഴി ചെയ്യാൻ പറ്റുന്നത്. ടോപ്പ് അപ്പ് ഇൻഷുറൻസ് എന്ന് പറയുന്നത് ഒരു സെപ്പറേറ്റ് ഹെൽത്ത് ഇൻഷുറൻസ് പോളിസിയാണ്. ചിലപ്പോൾ നമ്മുടെ സെയിം ഇൻഷുറൻസ് കമ്പനി ആകാൻ തരുന്നത്, ചിലപ്പോൾ അങ്ങനെ ആകണമെന്നുമില്ല. മോസ്റ്റ്ലി ഇത് ചെറിയ പ്രീമിയം മാത്രമേ ഉണ്ടാകുള്ളൂ. അതുകൊണ്ട് കുറച്ചുകൂടി ഒരു ബോണസ് എക്സ്ട്രാ കവർ നമുക്ക് കിട്ടും. അതുകൊണ്ടാണ് ഞാൻ ഇതിനെ മസ്റ്റ് ഹാവ്സിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. ടോപ്പ് അപ്പ് ഇൻഷുറൻസ് ഒരു ആഡഡ് ലെയർ ഓഫ് പ്രൊട്ടക്ഷൻ ആണ്. നിങ്ങളുടെ ബേസ് ഇൻഷുറൻസ് പോളിസിയുടെ കവറേജ് തീരുന്നിടത്തെ ഇവൻ ആക്ടിവേറ്റ് പോലും ആവുകയുള്ളൂ. ലെറ്റ്സ് സേ നിങ്ങൾ ഒരു 10 ലക്ഷത്തിന്റെ ഇൻഷുറൻസ് എടുത്തു. അതിന് പ്രീമിയം 1000 രൂപയാണെന്ന് വിചാരിക്കുക. ഒരു 15 ലക്ഷത്തിന്റെ കൂടി ടോപ്പ് അപ്പ് എടുക്കാനുള്ള നിങ്ങൾക്ക് ഓഫർ കിട്ടുകയാണ്. അപ്പോൾ 15 ലക്ഷത്തിന്റെ കൂടെ എക്സ്ട്രാ കവറേജ് നിങ്ങൾക്ക് കിട്ടുകയാണ്. പക്ഷേ 1000 രൂപ പോലും അവിടെ പ്രീമിയം വരില്ല. മേ ബി ഒരു എക്സാമ്പിളിന് വേണ്ടി പറയുകയാണ്, മേ ബി ഒരു 500 രൂപയുടെ പ്രീമിയത്തിന് പോലും നിങ്ങൾക്ക് എക്സ്ട്രാ ഒരു 15 ലക്ഷത്തിന്റെ കവർ കിട്ടിയേക്കാം. ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ ഈ 10 ലക്ഷം മതിയാവാതെ വരുമ്പോൾ, ആ 10 ലക്ഷം നിങ്ങളുടെ ഫസ്റ്റ് പോളിസി കൊടുത്തു കഴിയുമ്പോൾ, അത് മുഴുവനായി ഉപയോഗിച്ച് തീരുമ്പോൾ മാത്രമേ നിങ്ങളുടെ ഈ ബോണസ് കിക്കിനാവുള്ളൂ, അല്ലെങ്കിൽ ഈ ടോപ്പ് അപ്പ് കിക്കിനാവുള്ളൂ. അപ്പൊ എന്താണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്? ഈ ബോണസ് അല്ലെങ്കിൽ ടോപ്പ് അപ്പ് ഉപയോഗിക്കേണ്ട ഈ സിറ്റുവേഷന്റെ സാധ്യത ശരിക്കും കുറവാണല്ലോ. ആ സാധ്യത കുറവായത് കൊണ്ടാണ് നിങ്ങൾക്ക് ടോപ്പ് അപ്പ് ഇൻഷുറൻസ് ചെറിയ പ്രീമിയം കൊണ്ട് വാങ്ങാൻ പറ്റുന്നത്. എപ്പോഴും ഓർക്കുക, ഇവനൊരു ബോണസ് ഇൻഷുറൻസ് പോളിസിയാണ്. അതിൻ്റെതായ റൂൾസ് ആൻഡ് ഫീച്ചേഴ്സ് ഉണ്ടാകും. ശ്രദ്ധിച്ച് തന്നെ എടുക്കുക. നമ്പർ 2, പേഴ്സണൽ ആക്സിഡന്റ് റൈഡർ. അതായത് ഒരു ആക്സിഡന്റ് വന്ന് മരണപ്പെടുന്ന സാഹചര്യത്തിൽ ഒരു ലൈഫ് ഇൻഷുറൻസ് കവറേജ് കുടുംബത്തിന് നൽകും. അതായത് ഒരു വലിയ തുക ഒറ്റയടിക്ക് ലംസമായിട്ട് കുടുംബത്തിന് കൈമാറും. അതായത് കുടുംബത്തിന് തൽക്കാലത്തേക്ക് ഒരു ഫൈനാൻഷ്യൽ കൈത്താങ്ങ്. അതാണ് ഈ റൈഡർ. ഓൾറെഡി ലൈഫ് ഇൻഷുറൻസ് ഇല്ലാത്തവർ ഇതിലേക്ക് നോക്കുക. ഓൾറെഡി ലൈഫ് ഇൻഷുറൻസ് ഉണ്ട് എങ്കിൽ ഈ റൈഡർ ഒഴിവാക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ മസ്റ്റ് ഹാവ് ഫീച്ചേഴ്സ് മനസ്സിലായ സ്ഥിതിക്ക് ഇനി റൈഡേഴ്സിനിടയിലെ ഗുഡ് ടു ഹാവ്സ് നമുക്ക് മനസ്സിലാക്കാം. അതിൽ ഏറ്റവും ആദ്യത്തത് ഹോസ്പി ക്യാഷ് ആണ്. അതായത് നിങ്ങളൊരു ഡെയിലി വേജ് വർക്കർ ആണ് എങ്കിൽ, അതായത് ഫിക്സ്ഡ് സാലറിയും മെഡിക്കൽ ലീവ്സും ഇല്ലാത്ത തൊഴിലുകൾ ചെയ്യുന്നവരാണ് എങ്കിൽ, ഹോസ്പിറ്റലിൽ കിടക്കുന്ന ഓരോ ദിവസവും ഒരു ചെറിയ എക്സ്ട്രാ ക്യാഷ്, അത് ഒരു ക്യാഷ് എമൗണ്ട് ആയിട്ട് തന്നെ നിങ്ങളുടെ കയ്യിലേക്ക് കിട്ടും, ഒരു വരുമാനം പോലെ. ഇതൊന്ന് ചിന്തിച്ച് നോക്കി. ഇതൊരു നല്ല റൈഡർ ആണ് അല്ലേ? അതായത് നിങ്ങളുടെ ഡെയിലി ലൈഫ്, നിങ്ങളുടെ ഡെയിലി ഇൻകത്തിന്റെ പുറത്ത് ഡിപ്പെൻഡന്റ് ആണെങ്കിൽ നിങ്ങൾ ഹോസ്പിറ്റലൈസ് ആകുമ്പോൾ അത് നിന്ന് പോകുമല്ലോ. അപ്പൊ അതിന് അഗേൻസ്റ്റ് നിങ്ങൾക്ക് ഒരു പ്രൊട്ടക്ഷൻ കിട്ടുകയാണ് ഈ റൈഡർ എടുക്കുകയാണെങ്കിൽ. നല്ല എമർജൻസി ഫണ്ട്സ് ഉള്ള, സ്ഥിരമായി സാലറി ഉള്ള, ലീവ്സ് ഉള്ളവർക്ക് തീർച്ചയായിട്ടും ഈ റൈഡർ നോക്കേണ്ട ആവശ്യമില്ല. രണ്ടാമത്തെ ഫീച്ചർ ക്രിട്ടിക്കൽ ഇൽനെസ് പേ ഔട്ട് ആണ്.
അതായത് പോളിസിയിൽ എടുത്തു പറയുന്ന ചില വലിയ അസുഖങ്ങൾ വരികയാണെങ്കിൽ ഒരു ക്യാഷ് എമൗണ്ട് കയ്യിലേക്ക് കിട്ടും. ജീവിതവും ചിലവുകളും മുന്നിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ് ഇത് അവർ ചെയ്യുന്നത്. നിങ്ങൾക്ക് ലൈഫ് ഇൻഷുറൻസ് ഉണ്ട് എങ്കിൽ അവിടെ ഈ ആഡ് ഓൺ ഓൾറെഡി എടുത്തു വെച്ചിട്ടുണ്ടെങ്കിൽ റിപ്പീറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇവിടെയും ഒന്ന് ചിന്തിച്ച് നോക്കുകയാണെങ്കിൽ ഇതിന്റെ ലോജിക്കും ശരിയല്ലേ? അതായത് നിങ്ങളുടെ ജീവിതത്തിന്റെ ചിലവുകൾ നിങ്ങളുടെ ആക്റ്റീവ് ഇൻകത്തിന്റെ പുറത്ത് ഡിപ്പെൻഡന്റ് ആണ്. എന്നാൽ വലിയൊരു അസുഖം വന്നിട്ട് നിങ്ങൾക്ക് മാസങ്ങളോളം വർക്ക് ചെയ്യാൻ പറ്റാത്ത സാഹചര്യം വരികയാണെങ്കിൽ നിങ്ങൾക്കൊരു വരുമാനം ആവശ്യമില്ലേ? അങ്ങനെ ചിന്തിക്കുന്നവർ തീർച്ചയായിട്ടും ഈ റൈഡർ കണക്കാക്കുക. അടുത്ത ഗുഡ് ടു ഹാവ് ഫീച്ചർ ഔട്ട് പേഷ്യന്റ് കവറേജ് ആണ്. അതായത് ഹോസ്പിറ്റൽ വിസിറ്റ്സിൽ നമ്മുടെ ഏറ്റവും സാധാരണ രീതിയിൽ ഏറ്റവും കൂടുതൽ വരുന്നത് എന്താണ്? OP വിസിറ്റ്സ് ആണ് അല്ലേ? നമ്മളൊരു ദിവസം പോകുന്നു, ഡോക്ടറെ കാണുന്നു, തിരിച്ചു വരുന്നു. ഇത് സാധാരണ കോമൺ ആയിട്ടുള്ള ഇൻഷുറൻസിൽ പെടലില്ല. അഡ്മിറ്റ് ആയാലോ അല്ലെങ്കിൽ സർജറി നടക്കുമ്പോഴോ ഹോസ്പിറ്റലിൽ താമസിച്ച് എന്തെങ്കിലും ട്രീറ്റ്മെന്റ് ഒക്കെ എടുക്കുമ്പോഴാണ് മോസ്റ്റ്ലി ഇൻഷുറൻസ് ആക്ടിവേറ്റ് ആകുള്ളൂ. അതാണ് കവറേജിൽ പെടലുള്ളത്. അപ്പോൾ OPയിൽ മാത്രമാണ് പോകുന്നതെങ്കിലും ഈ ഒരു റൈഡർ എടുക്കുകയാണെങ്കിൽ ആ OPയിൽ വരുന്ന എക്സ്പെൻസസും കവർ ആകും. ബേബീസിന് ഇത് തീർച്ചയായിട്ടും നല്ലതാണ്. റെഗുലർ ഹോസ്പിറ്റൽ വിസിറ്റ്സ് ഒക്കെ ബേബീസിന് അല്ലെ, കുട്ടികൾക്ക് കൂടുതൽ ഉണ്ടാകുമല്ലോ. പ്രായമുള്ളവരുള്ള പോളിസീസ് ആണെങ്കിൽ നോക്കിയെടുക്കുക, ഈ റൈഡറിന് പ്രീമിയം കൂടുതലാകാനുള്ള സാധ്യതയുണ്ട്. അടുത്ത ഗുഡ് ടു ഹാവ് ഫീച്ചർ മെറ്റേണിറ്റി ബെനിഫിറ്റ്സ് ആണ്. അതായത് നിങ്ങൾ ഫാമിലി പ്ലാനിങ് ചെയ്യുന്നുണ്ട് എങ്കിൽ പ്രഗ്നൻസി റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ എക്സ്പെൻസസും കവർ ആകാൻ ഈ റൈഡർ എടുക്കണം. കാരണം ഒരു നോർമൽ ഹെൽത്ത് ഇൻഷുറൻസ് പോളിസിയിലെ പ്രഗ്നൻസി റിലേറ്റഡ് എക്സ്പെൻസസ് കവർ ആകില്ല. അടുത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യേണ്ട റൈഡർ പ്രീ എക്സിസ്റ്റിംഗ് ഡിസീസ് കവറേജ് ആണ്. അതായത് ഓൾറെഡി നിങ്ങൾക്ക് പണ്ട് മുതലേ ഉള്ള അസുഖങ്ങൾ ഉണ്ട് എങ്കിൽ, ഉദാഹരണത്തിന് ഹൈപ്പർ ടെൻഷൻ, ഡയബറ്റീസ്, ആസ്മ, ഇവരൊന്നും നോർമൽ പോളിസിയിൽ എടുത്ത ആദ്യ ദിവസമേ കവർ ആകില്ല. ഈ റൈഡർ എടുത്താൽ അതിനും കവറേജ് നിങ്ങൾക്ക് ആഡ് ചെയ്യാം ആദ്യത്തെ ദിവസം മുതൽ. ശ്രദ്ധിച്ച് ആവശ്യമെങ്കിൽ മാത്രം ഈ ഒരു റൈഡർ സെലക്ട് ചെയ്യുക. അപ്പോൾ അതുകൂടി ഡിസ്കസ് ചെയ്തതോടുകൂടി നമ്മുടെ 5 സ്റ്റെപ്പ് പ്രോസസ് ഇവിടെ കഴിഞ്ഞിരിക്കുകയാണ്. ഇത് മനസ്സിലായിട്ടുണ്ട് എങ്കിൽ നന്നായി ഫോളോ ചെയ്താൽ നിങ്ങളിൽ എല്ലാവർക്കും നല്ലൊരു ഇൻഷുറൻസ് സ്വന്തമായി കണ്ടെത്താം. സ്വന്തമായി കണ്ടെത്തിയില്ല എങ്കിലും ആരെങ്കിലും ഇൻഷുറൻസ് വിൽക്കാൻ ശ്രമിക്കുമ്പോൾ ഇൻഫോംഡ് ആയ ഡിസിഷൻസ് എടുക്കാം, പറ്റിക്കപ്പെടാതെ ഇരിക്കാം, അതിശക്തമായിട്ട് തന്നെ നല്ലൊരു ഇൻഷുറൻസ് വാങ്ങാം. ഇനി ഓൾറെഡി ഇൻഷുറൻസ് നിങ്ങൾക്ക് ഉണ്ട് എങ്കിൽ നിങ്ങളുടെ കയ്യിൽ ഓൾറെഡി ഉള്ള ഇൻഷുറൻസിനെ നന്നായി മനസ്സിലാക്കാനും അതിലെന്തെങ്കിലും ചേഞ്ചസ് വരുത്താനും നിങ്ങൾക്ക് പറ്റുമെന്ന് ഞാൻ ശക്തമായി തന്നെ വിശ്വസിക്കുന്നു. ഇനി ഇത്രയൊക്കെ പഠിച്ചുവെങ്കിലും ഒരു മേജർ പ്രാക്ടിക്കൽ റിയാലിറ്റിയിൽ സംഭവിക്കാൻ പോകുന്ന ഒരു പ്രശ്നം ഞാൻ ഇപ്പോഴേ പറഞ്ഞു തരാം. നിങ്ങൾ ഇതൊക്കെ പഠിച്ച് കറക്റ്റ് സ്റ്റെപ്സ് ഫോളോ ചെയ്ത് ഒരു ഇൻഷുറൻസ് സെലക്ട് ചെയ്തു എന്ന് വിചാരിക്കുക. ഇൻഡിവിജ്വൽ പോളിസിയാണ്, 10 ലക്ഷത്തിന്റെ കവർ എമൗണ്ട് ആണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത്. എല്ലാ നല്ല ഫീച്ചേഴ്സും നിങ്ങൾ സെലക്ട് ചെയ്തിട്ടുണ്ട്, എല്ലാ നല്ല റൈഡേഴ്സും നിങ്ങൾ സെലക്ട് ചെയ്തിട്ടുണ്ടെന്ന് വിചാരിക്കുക. എക്സാമ്പിൾ ആണ്. എന്നാൽ നമ്മൾ നേരത്തെ പഠിച്ച റേഷ്യോസ് ഉപയോഗിച്ചുകൊണ്ട് നോക്കുമ്പോൾ ഏറ്റവും ബെസ്റ്റ് ആയ ഇൻഷുറൻസ് കമ്പനിയുടെ സെയിം പോളിസി നോക്കുമ്പോൾ 1000 രൂപയാണ് പ്രീമിയം. ഓക്കെ ആയിട്ടുള്ള ഒരു ഇൻഷുറൻസ് കമ്പനിയിൽ നിന്നുള്ള പോളിസി നോക്കുമ്പോൾ 800 രൂപയാണ് പ്രീമിയം. സെയിം ഫീച്ചേഴ്സ് ആണെന്ന് മനസ്സിലാക്കുക. അത്ര നല്ലതല്ലാത്ത റേഷ്യോസ് കുറച്ച് മോശമായിട്ടുള്ള ഒരു ഇൻഷുറൻസ് കമ്പനിയെ നോക്കുമ്പോൾ അവിടെ 600 രൂപ മാത്രമേ പ്രീമിയം ഉള്ളൂ. ഇത് വളരെ കോമൺ ആയി സംഭവിക്കുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെയാണ് എടുത്തു പറയുന്നത്. അപ്പോൾ ശരിക്കും എന്താണ് ഇവിടെ സൊല്യൂഷൻ? എന്റെ അഭിപ്രായത്തിൽ കുറച്ച് എക്സ്ട്രാ എമൗണ്ട് ആവുമെങ്കിലും ദ ബെസ്റ്റ് വൺ തന്നെ എടുക്കുക. കാരണം നമ്മുടെ ഒബ്ജക്റ്റീവ് എന്താ? അൺഎക്സ്പെക്റ്റഡ് ആയി എന്തെങ്കിലും സംഭവിച്ചാൽ അതിൽ പെടരുത്, ശരിയല്ലേ? അത് ഉറപ്പുവരുത്തുന്ന പോളിസി അല്ലേ അപ്പോൾ നമ്മൾ എടുക്കേണ്ടത്. അവിടെ കുറച്ച് പൈസ ലാഭിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് മോശമായ ഇൻഷുറൻസ് എടുത്തിട്ട് പിന്നെ വിഷമിക്കുന്നത്, പിന്നെ റിഗ്രറ്റ് ചെയ്യുന്നത് ശരിക്കും മണ്ടത്തരമല്ലേ? അപ്പോൾ ഇൻഷുറൻസ് വാങ്ങാൻ തീരുമാനിച്ചാൽ ഏറ്റവും നല്ലത് തന്നെ നോക്കി തന്നെ വാങ്ങുക. എവിടെയും ഒരു കോംപ്രമൈസും വരുത്താതിരിക്കുക. അപ്പോൾ ഹെൽത്ത് ഇൻഷുറൻസിനെ പറ്റി മുഴുവനായും നിങ്ങൾക്ക് മനസ്സിലായി എന്ന് പ്രതീക്ഷിക്കുന്നു. ഇല്ലാത്തവർ ഉടനെ തന്നെ വാങ്ങുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ വീഡിയോ തീരുന്നതിന് മുൻപേ കുറച്ച് കാര്യങ്ങൾ കൂടി പെട്ടെന്നൊന്ന് ഓർമ്മിപ്പിക്കാനുണ്ട്. ഇത് ഒരു പോളിസി എടുത്തു വെക്കുന്നതിന് മുന്നേ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ്. ഇവിടെ നിങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റിയെന്ന് വരില്ല, പക്ഷേ അറിഞ്ഞിരിക്കണം എന്നുള്ളത് നിർബന്ധം തന്നെയാണ്. ഇവിടുത്തെ ഏറ്റവും ആദ്യത്തെ പോയിന്റ് ഇയർലി പോളിസി പ്രീമിയം ഇൻക്രീസ് എന്നുള്ളതാണ്. അതായത് ഹെൽത്ത് ഇൻഷുറൻസ് പോളിസികളുടെ രീതി എന്ന് പറയുന്നത് ഓരോ വർഷവും ഇവരുടെ പ്രീമിയം എമൗണ്ട് കൂടി വരാൻ സാധ്യതയുണ്ട്. കാരണം പ്രായം കൂടുന്നതിനനുസരിച്ച് ഒരാൾക്ക് അസുഖങ്ങൾ വരാനുള്ള ചാൻസസ് കൂടുമല്ലോ. അപ്പോൾ ഒരു കണ്ണ് അതിൽ വെക്കണം. അതായത് എത്രയാണ് പ്രീമിയം കൂടുന്നത് എന്നുള്ളതിൽ. വളരെ അധികം കൂടുകയാണ് എന്നുണ്ടെങ്കിൽ അതേ കമ്പനിയുടെ മറ്റ് പ്ലാൻസിലേക്ക് മൈഗ്രേറ്റ് ചെയ്യാനോ മറ്റ് കമ്പനിയുടെ ഹെൽത്ത് ഇൻഷുറൻസ് പ്ലാനിലേക്ക് പോർട്ട് ചെയ്യാനുള്ള ഓപ്ഷൻ തീർച്ചയായിട്ടും ഉണ്ടാകും. അത് കൺസിഡർ ചെയ്യേണ്ടി വരും. ആകെ ശ്രദ്ധിക്കേണ്ടത് ഇങ്ങനെ പോളിസി മാറ്റുമ്പോൾ നമ്മൾക്ക് നോ ക്ലെയിം ബോണസ് വല്ലതും ഉണ്ട് എങ്കിൽ അത് പോകും. അത് ശ്രദ്ധിക്കുക.
രണ്ട്, വെയിറ്റിംഗ് പീരീഡ്സ്. സ്റ്റാൻഡേർഡ് ആയി പറയാനാണെങ്കിൽ ഏതൊരു പോളിസി എടുത്താലും 30 ദിവസം എടുക്കും ആക്ടിവേറ്റ് ആകാൻ തന്നെ. അതുപോലെ തന്നെ ഹെർണിയ പോലെ ചില അസുഖങ്ങൾ ഉണ്ടെങ്കിലും പോളിസി ആക്ടിവേറ്റ് ആയി കഴിഞ്ഞാലും 1-2 വർഷം കഴിഞ്ഞേ ഫസ്റ്റ് ക്ലെയിം പറ്റൂ എന്നും ഉണ്ടാകും. പിന്നെ ഉള്ളത് പ്രീ എക്സിസ്റ്റിംഗ് ഡിസീസസ്, അതായത് പോളിസി എടുക്കുന്ന സമയത്തെ നിങ്ങൾക്ക് പല അസുഖങ്ങളും ഉണ്ടാകാമല്ലോ. ആ അസുഖങ്ങൾ കവർ ആകാൻ സാധാരണ രീതിയിൽ ഒരു 2 മുതൽ 4 വർഷത്തിന്റെ വെയിറ്റിംഗ് പീരീഡ് ഉള്ളതായി കാണാറുണ്ട്. അപ്പൊ ഈ വെയിറ്റിംഗ് പീരീഡ്സ് എന്നുള്ള കോൺസെപ്റ്റ് തീർച്ചയായിട്ടും മനസ്സിലാക്കേണ്ടതുണ്ട്. ശരിക്കും ഇത് എന്തുകൊണ്ടാണ് വന്നതെന്ന് വെച്ചാൽ ഇൻഷുറൻസ് കമ്പനിക്ക് സ്വയം ഒരു പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടാണ്. ഇല്ലെങ്കിൽ എന്ത് സംഭവിക്കും? അസുഖം വന്നതിന് ശേഷം ആൾക്കാർ അസുഖം വന്നല്ലോ, എന്തായാലും ട്രീറ്റ്മെന്റ് വേണമല്ലോ, അങ്ങനെ വിചാരിച്ചിട്ട് പോയിട്ട് ഇൻഷുറൻസ് എടുക്കും. അപ്പൊ അങ്ങനെ ഇൻഷുറൻസ് എടുക്കുമ്പോൾ ഇൻഷുറൻസ് കമ്പനിക്ക് നഷ്ടമാണല്ലോ. ഇത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഇൻഷുറൻസ് കമ്പനികൾ വെയിറ്റിംഗ് പീരീഡ് എന്നുള്ള കോൺസെപ്റ്റ് കൊണ്ടുവരുന്നത്. അപ്പൊ തീർച്ചയായിട്ടും ഇതുകൂടി നോക്കേണ്ടതുണ്ട്. അപ്പൊ ഈ വെയിറ്റിംഗ് പീരീഡിന്റെ ഇടയിൽ തന്നെ ഒരു നല്ല കാര്യമുള്ളത് എന്താണെന്ന് വെച്ചാൽ, നാളെ നിങ്ങൾ നിങ്ങളുടെ ഇൻഷുറൻസ് മറ്റൊരു കമ്പനിയിലേക്ക് പോർട്ട് ചെയ്യാൻ തീരുമാനിച്ചാൽ ഈ വെയിറ്റിംഗ് പീരീഡ് കൂടി പോർട്ട് ആകും. നമ്മൾ ഓൾറെഡി ഡിക്ലെയർ ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ 4 വർഷത്തിന്റെ വെയിറ്റിംഗ് പീരീഡ് ആണ്. അതിൽ ഓൾറെഡി 2 വർഷം കഴിഞ്ഞുവെങ്കിൽ പോർട്ട് ചെയ്തതിന് ശേഷം പുതിയ ഇൻഷുററിന്റെ അടുത്തും ബാക്കി 2 വർഷം കൂടി വെയിറ്റ് ചെയ്താൽ മതി. അടുത്ത് അറിഞ്ഞിരിക്കേണ്ട പോയിന്റ് ഡിസീസ് സപ്ലിമെന്റ്സ് എന്നുള്ളതാണ്. അതായത് നമ്മളൊരു പോളിസി എടുക്കുമ്പോൾ അതിൽ ചിലപ്പോൾ പ്രത്യേകിച്ച് എഴുതിയിട്ടുണ്ടാകും ചില ഡിസീസുകൾക്ക് ഒരു ലിമിറ്റ് വരെ അവർ കവർ തരുള്ളൂ എന്നുള്ളത്. ഒരു എക്സാമ്പിൾ എടുക്കാനാണെങ്കിൽ 5 ലക്ഷം പോളിസി എടുത്തു എന്ന് വിചാരിക്കുക. ഈ 5 ലക്ഷം രൂപയുടെ പോളിസിയിൽ ചിലപ്പോൾ ഒരു ക്ലോസ് ഉണ്ടായേക്കാം. കാർഡിയാക് കേസസിൽ, ഹാർട്ട് റിലേറ്റഡ് കേസസിൽ ആ സ്പെസിഫിക് ഡിസീസിന് ഒരു സബ് ലിമിറ്റ് ഉണ്ട് 2.5 ലക്ഷത്തിന്റെ. അതായത് നമ്മൾ ഹാർട്ട് റിലേറ്റഡ് എന്തൊരു പ്രശ്നം ഉണ്ടായാലും അവിടെ മാക്സിമം 2.5 ലക്ഷം രൂപ വരെ നമുക്ക് ക്ലെയിം കിട്ടുകയുള്ളൂ. അപ്പൊ നിങ്ങൾ എപ്പോൾ പോളിസി എടുക്കാൻ പോയാലും മനസ്സിലാക്കുക, ശ്രദ്ധിച്ചു നോക്കുക ഏതൊക്കെ ഡിസീസസിലാണ് സബ് ലിമിറ്റ് ഉള്ളത്. ആ ഒരു സംഭവം നിങ്ങൾ അറിഞ്ഞിരിക്കുക. അല്ലെങ്കിൽ എപ്പോഴെങ്കിലും ഹോസ്പിറ്റലിൽ പോകുമ്പോൾ നിങ്ങൾ വിചാരിക്കും മുഴുവൻ കവർ ആകുമെന്ന്, എന്നാൽ ഈ ഡിസീസ് സബ് ലിമിറ്റ് ഉള്ളത് കൊണ്ട് ചിലപ്പോൾ കവർ ആകാതെ വന്നേക്കാം. അപ്പൊ തീർച്ചയായിട്ടും ഇത് അറിഞ്ഞിരിക്കേണ്ടത് തന്നെയാണ്. അടുത്ത് ശ്രദ്ധിക്കേണ്ട പോയിന്റ്, ഡോണ്ട് ലൈ ഓൺ ഇൻഷുറൻസ് ക്വസ്റ്റ്യൻസ്. അതായത് നമ്മളൊരു ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കാൻ പോകുമ്പോൾ കുറെ ചോദ്യങ്ങൾ ചോദിക്കും. നമുക്ക് ഓൾറെഡി എക്സിസ്റ്റിംഗ് എന്തെങ്കിലും മെഡിക്കൽ പ്രശ്നങ്ങളുണ്ടോ, സിഗരറ്റ് വലിക്കലുണ്ടോ, നമ്മുടെ ജീവിത സാഹചര്യങ്ങൾ എങ്ങനെയാണ്, അങ്ങനെ കുറെ ബേസിക് ചോദ്യങ്ങൾ ചോദിക്കലുണ്ട്. ഓരോ ചോദ്യത്തിനും തെറ്റായ ഉത്തരം, കള്ളം പറയരുത്, സ്മാർട്ട് ആകാൻ ശ്രമിക്കാതിരിക്കുക. കാരണം പിന്നീട് നമുക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിട്ട് നമ്മൾ ക്ലെയിം ചെയ്യാൻ പോകുമ്പോൾ ഇൻഷുറൻസ് കമ്പനികൾ ബുദ്ധിപരമായിട്ടാണല്ലോ ഓപ്പറേറ്റ് ചെയ്യുന്നത്. എന്തെങ്കിലും കള്ളം നമ്മൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ചിലപ്പോൾ ഇതിന് റിലേറ്റഡ് പോലും ആയിരിക്കില്ല, എന്തെങ്കിലും കള്ളം പറഞ്ഞിട്ടുണ്ട് എങ്കിൽ മനസ്സിലാവുകയാണ് എങ്കിൽ നമ്മുടെ ക്ലെയിം റിജക്റ്റ് ആകും. നമ്മൾ എന്താണോ ഇൻഷുറൻസിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് അത് നമുക്ക് കിട്ടാതാകും. അപ്പോൾ തീർച്ചയായിട്ടും ശ്രദ്ധിക്കുക, അബ്സല്യൂട്ട്ലി ഒരിക്കലും കള്ളം പറയാതിരിക്കുക. അടുത്ത് ശ്രദ്ധിക്കേണ്ട പോയിന്റ് എക്സ്ക്ലൂഷൻസ് ആണ്. ഓരോ പോളിസിയിലും പലതരം കണ്ടീഷൻസിൽ അവർ പോളിസി റിജക്റ്റ് ചെയ്തേക്കാം എന്ന് എഴുതിയിട്ടുണ്ടാകും. ഉദാഹരണത്തിന് അവർ സാധാരണ എക്സ്ക്ലൂഡ് ചെയ്യുന്ന കാര്യങ്ങൾ, 1 കോമ പേഷ്യൻസിനെ ട്രീറ്റ് ചെയ്യുന്നതിൽ, 2 പല്ല് റിലേറ്റഡ് ഡെന്റൽ റിലേറ്റഡ് കാര്യങ്ങൾ, 3 യുദ്ധം സംഭവിച്ചാലുള്ള ക്ലെയിംസ്, അതായത് പെട്ടെന്നൊരു വാർ സംഭവിച്ചാൽ എല്ലാവർക്കും പ്രശ്നമുണ്ടാകും, അപ്പോൾ ചിലപ്പോൾ ക്ലെയിംസ് തരില്ല എന്നുള്ളത്. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം തീർച്ചയായിട്ടും അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. ഇങ്ങനെയുള്ള ലിസ്റ്റ് നോക്കി ഇതിൽ പറയുന്ന കാര്യങ്ങൾ മനസ്സിലായിട്ടായിരിക്കണം നിങ്ങൾ ഇൻഷുറൻസ് എടുക്കേണ്ടത്. ഇപ്പൊ നമ്മൾ എവിടെയാണ് എത്തി നിൽക്കുന്നത്? നമ്മൾ ഇൻഷുറൻസിനെ പറ്റി വിശദമായും മുഴുവനായും പഠിച്ചു. അതിനെപ്പറ്റി ഇപ്പോൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് ലാർജർ കാര്യങ്ങളും പഠിച്ചു. നേരത്തെ നമ്മൾ ഓൾറെഡി അതിലുള്ള എല്ലാ എക്സാക്ട് സ്റ്റെപ്സും പഠിക്കേണ്ട കാര്യങ്ങളും എല്ലാം തന്നെ മനസ്സിലാക്കി അല്ലേ? എനിക്ക് പറയാനുള്ള, എനിക്ക് അറിയുന്ന ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ നിങ്ങൾക്ക് ഇവിടെ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ഒരു പോളിസി എടുക്കുമ്പോൾ ഫോളോ ചെയ്യാൻ പറ്റുന്ന ഈ ഒരു 5 സ്റ്റെപ്പ് ഫ്രെയിംവർക്ക് ആണ് നമ്മൾ ഇവിടെ പഠിച്ചത്. ശരിക്കും ആഴ്ചകൾ വേണ്ടി വന്നു ഈ വീഡിയോക്ക് വേണ്ട എല്ലാ കാര്യങ്ങൾ പഠിക്കാനും അത് നിങ്ങളിലേക്ക് നല്ല രീതിയിൽ എത്തിക്കാനും. ഒന്നുകൂടി ഓർമ്മിപ്പിക്കുന്നു, ലൈഫിലെ ബേസിക് പേഴ്സണൽ ഫിനാൻസ് പ്ലാനിങ്ങിൽ മ്യൂച്വൽ ഫണ്ട് ഇൻവെസ്റ്റ്മെന്റിനും ഒക്കെ നേരത്തെ ചെയ്യേണ്ട കാര്യമാണ് ഇൻഷുറൻസ് എടുക്കുക എന്നുള്ളത്. നേരെ ബെനിഫിറ്റ് ഒന്നുമില്ല, പ്രീമിയം അടച്ചിട്ട് ക്ലെയിം ചെയ്തില്ലെങ്കിൽ പൈസ പോയില്ലേ എന്നൊക്കെ വിചാരിച്ചിരുന്ന് സമയം കളയാതെ നിങ്ങളുടെയും നിങ്ങളുടെ കുടുംബത്തിന്റെയും സേഫ്റ്റിക്കും സമാധാനത്തിനുമായി തീർച്ചയായിട്ടും ഇൻഷുറൻസ് കൺസിഡർ ചെയ്യുക. വാങ്ങിയിട്ടില്ല എങ്കിൽ വാങ്ങുന്നത് തീർച്ചയായിട്ടും ഒരു ഡിസിഷൻ എടുക്കുക. എന്ത് തീരുമാനം എടുക്കുന്നതിന് മുന്നേയും ടിവിയിലൊക്കെ പറയുന്നത് പോലെ പോളിസി ഡോക്യുമെന്റ്സ് വ്യക്തമായിട്ട് വായിക്കുക. ഈ വീഡിയോ കണ്ട് മനസ്സിലായ ഇൻഫർമേഷൻ വെച്ചിട്ട് സ്വന്തമായി ജഡ്ജ് ചെയ്യാൻ പറ്റുന്നില്ല എന്നൊരു അവസ്ഥയാണെങ്കിൽ മേ ബി ചാറ്റ് GPT ഉപയോഗിക്കുക, ഫ്രണ്ട്സിനടുത്ത് ചോദിക്കുക, ഇല്ലെങ്കിൽ ഫൈനാൻഷ്യൽ അഡ്വൈസറുടെ അടുത്ത് ചോദിക്കുക. ഇൻഷുറൻസ് എടുക്കാതിരിക്കുക ഇനി ഒരിക്കലും പറ്റില്ല. തീർച്ചയായിട്ടും കൺസിഡർ ചെയ്യുക. ശരിക്കും ഒരു ബെസ്റ്റ് പ്രാക്ടീസ് പറയുകയാണെങ്കിൽ ചെറിയ പ്രായത്തിലെ ഇൻഷുറൻസ് എടുത്ത് വെക്കാൻ ശ്രമിക്കുക. 1 പ്രീമിയം കുറവായിരിക്കും, 2 ആവശ്യമില്ല എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിലും ആവശ്യം വരുമ്പോഴായിരിക്കും ശരിക്കും അതിന്റെ വില അറിയുക. ഒരു നല്ല പോളിസി ശരിക്കും നിങ്ങൾക്ക് ഫൈനാൻഷ്യൽ
ഫിനാൻഷ്യൽ കവറേജും പ്രൊട്ടക്ഷനും മാത്രമല്ല തരുന്നത്, അതിനേക്കാൾ ഉപരി മനസമാധാനം കൂടിയാണ് തരുന്നത്. അത് നമ്മൾ മനസ്സിലാക്കുക. അപ്പോ ഡിസ്ക്രിപ്ഷനിലും പിൻഡ് കമന്റിലും ലിങ്ക് ഇട്ടിട്ടുണ്ട്, അല്ലെങ്കിൽ സ്ക്രീനിൽ കാണുന്ന QR കോഡ് സ്കാൻ ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് പോളിസി പർച്ചേസ് ചെയ്യാൻ പറ്റുന്നതാണ്. ഒന്നുകൂടി ഓർമ്മിപ്പിക്കുന്നു, ഈ പ്ലാറ്റ്ഫോം വഴി നിങ്ങൾ ഇൻഷുറൻസ് പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ അപ് ടു 25% വരെ ഡിസ്കൗണ്ട് ലഭിക്കുന്നതാണ്. ഇന്ന് പഠിച്ച പല ഫീച്ചേഴ്സും നിങ്ങൾക്ക് ഫിൽട്ടർ കൊടുത്ത് ഇൻഷുറൻസ് ചൂസ് ചെയ്യാൻ സാധിക്കുന്ന ഒരു ലിങ്ക് ആണ് ഞാൻ താഴെ കമന്റിലും ഡിസ്ക്രിപ്ഷനിലും കൊടുത്തിരിക്കുന്നത്. പ്രവാസികളായ ആളുകൾക്ക് ഇന്ത്യയിലുള്ള അവരുടെ കുടുംബത്തിന് വേണ്ടി, പ്രത്യേകിച്ച് അവരുടെ പ്രായമായ പാരന്റ്സിന് വേണ്ടി ലോകത്ത് എവിടെയിരുന്നും ഈ ഹെൽത്ത് ഇൻഷുറൻസ് പർച്ചേസ് ചെയ്യാൻ സാധിക്കും. കൂടാതെ NRI ആയിട്ടുള്ള ആളുകൾ പിന്നീട് ഇന്ത്യയിൽ വന്ന് സെറ്റിൽ ആവാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിലും ഇത് ഇപ്പോൾ എടുത്തു വെക്കാം. കാരണം വർഷങ്ങൾക്ക് ശേഷം ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കാൻ നോക്കിയാൽ പ്രീമിയം കൂടുമെന്ന് മാത്രമല്ല, പല അസുഖങ്ങൾക്കും 3-4 ഒക്കെ വർഷങ്ങളുടെ വെയിറ്റിംഗ് പീരീഡും ഉണ്ടായേക്കാം. ഇപ്പോൾ എടുത്തു വെച്ചാൽ പിന്നീട് ഉപകാരപ്പെടും. NRIസിന് 18% നോർമലി എല്ലാവർക്കും കൊടുക്കേണ്ടി വരുന്ന 18% GST കൊടുക്കേണ്ടി വരുന്നില്ല എന്ന കാര്യം കൂടി ഞാനിവിടെ ഓർമ്മിപ്പിക്കുകയാണ്. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോയിൽ നിന്ന് നമുക്ക് വളരെ വിശദമായിട്ട് ഹെൽത്ത് ഇൻഷുറൻസിനെ പറ്റി മുഴുവനായിട്ടും പഠിക്കാൻ പറ്റുമെന്നും, നിങ്ങൾക്ക് ഇപ്പോൾ ദാ പോയിട്ട് വളരെ ബുദ്ധിപരമായിട്ട് ഇൻഫോംഡ് ആയിട്ട് ഹെൽത്ത് ഇൻഷുറൻസ് വാങ്ങാൻ പറ്റുന്ന ഒരു അവസ്ഥയിലേക്ക് എത്താൻ പറ്റി എന്നും ഞാൻ ശക്തമായിട്ട് വിശ്വസിക്കുന്നു. അങ്ങനെയാണ് എങ്കിൽ ഈ ഒരു മാസ്റ്റർ ക്ലാസ് സക്സസ്ഫുൾ ആയി എങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. എന്ത് തന്നെ പറയാനുണ്ടെങ്കിലും ചോദിക്കാനുണ്ടെങ്കിലും ഡിസ്കഷൻസ് നടത്താനുണ്ടെങ്കിലും കമന്റ് സെക്ഷനിൽ വരിക, ചോദിക്കുക, പറയുക. അതിനേക്കാൾ ഉപരി ഇപ്പോഴും ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കാത്ത ആരെങ്കിലും നിങ്ങളുടെ പരിചയത്തിൽ ഉണ്ടെങ്കിൽ അവർക്ക് ഈ വീഡിയോ ഷെയർ ചെയ്ത് എത്തിച്ചു കൊടുക്കുക. അവരോടും പറയുക, കൺസിഡർ ചെയ്യൂ, ഹെൽത്ത് ഇൻഷുറൻസ് വളരെ ഇമ്പോർട്ടന്റ്, അതിന്റെ ഇമ്പോർട്ടൻസ് അവരിലേക്ക് എത്തിച്ചു കൊടുത്തിട്ട് അത് വാങ്ങാൻ അവരെ കൂടി പ്രേരിപ്പിക്കുക. അപ്പോൾ ഇനി നിങ്ങൾ ചെയ്യേണ്ടത് ഒരു കാര്യം മാത്രമാണ്, ഈ പഠിച്ച സാധനങ്ങളൊക്കെ ആക്ഷനിലേക്ക് കൊണ്ടുവരിക. അല്ലെ, പഠിച്ചത് മനസ്സിലാക്കി നിങ്ങൾക്ക് ഏതാണോ ശരിയെന്നുള്ള ഇൻഷുറൻസ് കണ്ടെത്തി, അത് ഏത് തന്നെ ആയിക്കോട്ടെ, ആ ഇൻഷുറൻസ് നിങ്ങൾ വാങ്ങുക. അതിനുശേഷം കമന്റ് സെക്ഷനിൽ വന്നിട്ട് ഡൺ എന്നൊന്ന് കമന്റ് ചെയ്യുക. അല്ലെ, അപ്പോഴല്ലേ നമ്മുടെ കമ്മ്യൂണിറ്റി ഒന്ന് സ്ട്രോങ് ആവുന്നത്. അപ്പോൾ ഓക്കെ, അപ്പോൾ എന്തായാലും വീഡിയോ ഇതുവരെ കണ്ടതിന് വളരെയധികം നന്ദിയുണ്ട്. അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ നന്ദി, നമസ്കാരം.